Sadly, a few political parties guided by Modi hatred have started hating India. No wonder, while the entire nation supports our armed forces, they suspect the armed forces. The world is supporting India's fight against terror, but a few parties suspect our fight against terror. These are the same people whose statements are helping Pakistan and harming India. They are the same people whose statements are being happily quoted in the parliament of Pakistan and in the radio of Pakistan. I want to tell this party, Modi will come and go. India will remain. Please stop weakening India to strengthen your own politics. In matters of defense and national security, we are Indian first and Indians only. Your politics can wait. It is the safety of our nation that is at stake. നമസ്കാരം. അഭിനന്ദൻ നാട്ടിലെത്തിയിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ എതിരേൽക്കുകയാണ്. ഒന്നിച്ച് ആഹ്ലാദിക്കുകയായിരുന്നു രാജ്യം. ആശങ്കയ്ക്ക് കാരണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദേശാഭിമാനത്തിന്റെ ആഘോഷം. പക്ഷേ ഇന്നലെ എന്ന പോലെ ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള പരിപാടിയിലായിരുന്നു. സ്വന്തം പാർട്ടിയുടെ പ്രചാരണ വേദിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയം പറയരുത് എന്ന ആവശ്യവുമായാണ് അദ്ദേഹം വേദിയെ ഉപയോഗിച്ചത്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റം പറയുക സാധ്യമല്ല, ശരി തന്നെ. പക്ഷേ പ്രതിപക്ഷത്തിന് നേരെയുള്ള ആരോപണങ്ങളിൽ സാഹചര്യത്തിന് ചേരാത്ത കടുത്ത ആക്ഷേപങ്ങളുണ്ടായിരുന്നു ഇന്ന്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന കടുത്ത ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇന്ത്യയെ അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന്. ഇന്നലെ വീഡിയോ കോൺഫറൻസ് ആയിരുന്നെങ്കിൽ ഇന്ന് നേരിട്ട് തന്നെ കന്യാകുമാരിയിൽ വെച്ച്. രാജ്യമാകെ ഒന്നിച്ചു നിൽക്കുകയാണ് ഈ സംഘർഷ സാഹചര്യത്തിൽ. അതിനെ പക്ഷേ സ്വാർത്ഥമായി ഉപയോഗിക്കുകയാണ് അദ്ദേഹമെന്ന് നമുക്ക് തോന്നുന്നു. അതിനായി പ്രതിപക്ഷ പാർട്ടികളെ രാജ്യവിരുദ്ധരും പാകിസ്ഥാൻ അനുകൂലികളുമാക്കുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാവരും ഇന്ത്യൻ പട്ടാളത്തെ അനുകൂലിക്കുമ്പോൾ ആ പാർട്ടികൾ നമ്മുടെ സേനയെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. നിങ്ങൾ പട്ടാളക്കാരെയാണോ സേനയെയാണോ പാകിസ്ഥാനെയാണോ പിന്തുണയ്ക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം തമിഴ്നാട്ടിലെ ഇപ്പോൾ കേട്ട പ്രസംഗത്തിൽ പറഞ്ഞു. മോദിയെ വെറുക്കുന്ന ചിലർ ഇപ്പോൾ ഇന്ത്യയെ തന്നെ വെറുക്കുന്നു എന്ന് തന്നെ രാജ്യത്തോട് സമീപീകരിച്ച് അദ്ദേഹം സ്വയം ഉന്നതനാക്കുന്നു. അതിനായി രാജ്യത്തെ മറ്റ് പാർട്ടികളെ കുറ്റക്കാരാക്കുന്നു. രാഷ്ട്രീയ പ്രസംഗമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്, ശരി തന്നെ. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അമിതമായി രാഷ്ട്രീയ കളികൾ പുറത്തെടുക്കേണ്ടുന്ന ദിവസമായിരുന്നു ഇന്നത്തേത് എന്ന ചോദ്യം ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകും. ഇത് പക്ഷേ രാഷ്ട്രീയമായും ധാർമ്മികമായും ശരിയായ കാര്യമല്ല എന്ന് വിചാരിക്കുന്നവരുമുണ്ടാകും. ഇന്നത്തെ ഈ ദിവസം അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികൾക്ക് മേൽ പാകിസ്ഥാൻ അനുകൂലികൾ എന്ന ആരോപണം എടുത്തുവെച്ചതിൽ ചെറുതല്ലാത്ത ശരികേടുണ്ടോ? അക്കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യും. ഒപ്പം അഭിനന്ദൻ വർദ്ധമാന്റെ ധീരതയും മനസ്ഥൈര്യവും അദ്ദേഹം രാജ്യത്തിന് പകർന്ന ഊർജവും ആദരിക്കപ്പെടുകയും ചെയ്യും. BJP നേതാവ് ശ്രീ MS കുമാർ, CPM നേതാവും MP-യുമായ ശ്രീ PK ബിജു, ശ്രീ മേജർ രവി, രാഷ്ട്രീയ കാര്യ വിദഗ്ധ ഡോക്ടർ അനു ഉണ്ണി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. PK ബിജു തൃശ്ശൂരിൽ, മേജർ രവി കൊച്ചിയിൽ, ഡോക്ടർ അനു ഉണ്ണി എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ, MS കുമാർ തിരുവനന്തപുരത്ത് നിന്ന്. ഈ ചർച്ചയിലേക്കും അതിഥികളിലേക്കും വരാം. അഭിനന്ദൻ വർദ്ധമാൻ രാജ്യാതിർത്തി കടന്ന് രാജ്യത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവോടെയും സ്നേഹത്തോടെയും നമ്മുടെ സംവിധാനങ്ങൾ, അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ വരവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യമാകെ തന്നെയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും അദ്ദേഹത്തിൻ്റെ ധീരതയോടുള്ള അഭിനന്ദനങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം എത്തിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിലേക്ക്. പക്ഷേ അല്പസമയത്തിന് ശേഷം മാത്രമേ അദ്ദേഹം എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അതിർത്തിയിൽ ഇന്നും സംഘർഷാവസ്ഥയാണ് തുടരുന്നത്. 2 CRPF ജവാന്മാരും 2 പോലീസുകാരും അടക്കം 5 പേർ അതിർത്തിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടെ ഈ നിമിഷം നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ M ഉണ്ണികൃഷ്ണൻ അവിടെ ഡൽഹിയിൽ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉണ്ണി, അഭിനന്ദൻ വർദ്ധമാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? എപ്പോഴേക്ക് നമുക്ക് അദ്ദേഹത്തെ കാണാനാകും? എന്താണ് നടക്കുന്നത്?
സനീഷ്, അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ 5 മണിക്ക് മുമ്പേ തന്നെ വാഗ അതിർത്തിയിൽ എത്തിച്ചതാണ്. വാഗ അതിർത്തിയിൽ നിന്നും അട്ടാരി അതിർത്തിയിലുള്ള ഇന്ത്യൻ ഭാഗത്തേക്ക് അഭിനന്ദനെ അപ്പോൾ തന്നെ കൈമാറുമെന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. 5:20 അദ്ദേഹത്തെ കൈമാറി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ വലിയ അനിശ്ചിതത്വങ്ങളാണ് നിലനിൽക്കുന്നത് സനീഷ്. കാരണം അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയിട്ടില്ലേ ഇതുവരെ എന്ന സംശയങ്ങൾ പോലും ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തെ കൈമാറി വൈദ്യപരിശോധനകൾ പൂർത്തിയാകുന്നുവെന്നാണ് പല ഏജൻസികളിൽ നിന്നും ലഭിച്ചിരുന്ന വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൈമാറിയിട്ടില്ലയോ, ചില രേഖകൾ അന്തിമമായി ചില രേഖകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് വരുന്ന വിവരം. ഒരുപക്ഷെ 9 മണിവരെ ആയേക്കാം അദ്ദേഹം ഇന്ത്യൻ സൈഡിൽ വന്ന് പുറത്തേക്ക് വരുന്നതിൽ എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയ കാലതാമസം ഉണ്ടായിരിക്കുന്നു, 3-4 മണിക്കൂറോളം. എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും കൈമാറിയതായുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്ത്യൻ വിദേശകാര്യ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ മാറുന്നു എന്നൊരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായി ഇന്ത്യൻ വശത്ത് തന്നെയാണോ അഭിനന്ദൻ എന്നിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ചില രേഖകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ കൈമാറ്റം വൈകിപ്പിക്കുന്നു എന്ന സംശയം പോലും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും എന്ത് രേഖകളാണ്, എന്താണ് ഈ കൈമാറ്റത്തിലെ കാലതാമസം, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസം എന്നതിൽ ഔദ്യോഗികമായ ഒരു വാക്കും ഇതുവരെയും വന്നിട്ടുമില്ല. നേരത്തെ പറഞ്ഞിരുന്നത് അഭിനന്ദൻ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി പുറത്തെത്തും, അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തും, സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ എന്നായിരുന്നു. 2 എയർ വൈസ് മാർഷൽമാർ ഇന്ന് അഭിനന്ദനെ സ്വീകരിക്കാനായി അവിടെ ഇന്ത്യൻ പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അവരും അഭിനന്ദനും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എങ്കിലും ഉണ്ടാകുമെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരം. രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ആ ധീര യോദ്ധാവിനെ കാണുന്നതിനായി. അവിടെ തന്നെ വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു വാഗ അതിർത്തിയിൽ. അവരൊക്കെ തന്നെ ഇപ്പോഴും അക്ഷമരായി കാത്തിരിക്കുകയാണ് ധീര യോദ്ധാവിനെ കാണുന്നതിന് വേണ്ടി. പക്ഷേ ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ വിഷയത്തിൽ വരാത്തത് കൊണ്ട് തന്നെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഇനിയൊരു നമ്മുടെ രാജ്യത്തിനകത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പോലും സംശയിക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? അതായത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ കൈമാറിയിട്ടില്ല എന്ന് സംശയിക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട് എന്നാണോ ഉണ്ണി പറയുന്നത്? അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കണം? എന്തെങ്കിലും ഉപാധികളൊക്കെ വെച്ച് ഇത് തടയാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു എന്ന് സംശയിക്കേണ്ടുന്ന കാര്യമുണ്ടോ? സനീഷ്, അതായത് അഭിനന്ദനെ ഞാൻ ഈ പറഞ്ഞതുപോലെ 5 മണിയോട് കൂടി തന്നെ അവിടെ വാഗ അതിർത്തിയിൽ എത്തിച്ചതാണ്. പാകിസ്ഥാൻ തന്നെ ലാഹോറിൽ നിന്നും കൃത്യമായി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി എത്തിച്ചു. അതിനുശേഷം ഇന്ത്യൻ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ പോലും ഈ ലാഹോറിൽ നിന്ന് വാഗ അതിർത്തി വരെ അനുഗമിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. പക്ഷേ അതിനുശേഷമാണ് മുഴുവൻ നാടകീയമായ കാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ കൈമാറിയെന്ന വിവരങ്ങൾ വന്നു, വൈദ്യപരിശോധനയും മറ്റ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടാൻ അവസരവും ലഭിച്ചുവെന്ന വിവരങ്ങളും വന്നു. പക്ഷേ ആ വിവരങ്ങൾക്ക് അതീതമായാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ പൂർണ്ണമായും ഔദ്യോഗികമായി ഇന്ത്യക്ക് അഭിനന്ദനെ കൈമാറിയിട്ടില്ല എന്ന കാര്യങ്ങൾ വരുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വേണം. നിലവിൽ അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതത്വമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. കൈമാറ്റത്തിലെ കാലതാമസം, ആ രേഖകൾ പൂർത്തിയാകുന്നതിലെ ചില രേഖകൾ എക്സിറ്റ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിലെ കാലതാമസത്തെ തുടർന്നാണ് അഭിനന്ദനെ കൈമാറാത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലാത്തത് കൊണ്ട് എന്താണ് കൃത്യമായ ഒരു സാഹചര്യമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ചില ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് 9 മണിയായേക്കാം ഒരുപക്ഷെ അഭിനന്ദൻ പുറത്തേക്ക് വരുന്നതിന് എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അവസാന നിമിഷത്തിലും വലിയ സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടാകുന്നുവെന്ന സംശയം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഉണ്ണി, ഞാൻ തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് അറിയേണ്ടതുണ്ട്. അദ്ദേഹം വരിക, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വരവ് കാത്തിരിക്കുകയാണ് രാജ്യം. പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി, അദ്ദേഹത്തെ വരവേൽക്കാനായി പലതരത്തിലുള്ള പരിപാടികളടക്കം നടക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമാണ്, പല നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈകുന്നത് എന്ന സംശയം ഇതിനകം രാജ്യത്തിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം ഉണ്ണി താങ്കളിലേക്ക്. ഇപ്പോൾ ഡോക്ടർ അനു ഉണ്ണി എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ഡോക്ടർ അനു, ഇവിടെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായുള്ള ചോദ്യം പാകിസ്ഥാൻ വഴങ്ങുന്നതിനുള്ള തെളിവാണോ അദ്ദേഹത്തിൻ്റെ വരവ് എന്നതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തെ വെച്ച് സ്വാഭാവികമായിട്ടും കൈമാറുക എന്നത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ അദ്ദേഹത്തിൻ്റെ വരവിനെ വെച്ച് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ശ്രമങ്ങളിലേക്കും മറ്റുമൊക്കെ പോകാനുള്ള സാധ്യത കാണേണ്ടതുണ്ടോ? നിലവിലെ സാഹചര്യം പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇന്നലെ വരെ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു, സമാധാനത്തിന്റെ പാത പിന്തുടരാനാണ് പാകിസ്ഥാന് താല്പര്യം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അഭിനന്ദനെ ഒരു ഉപാധികളോടും വെക്കാതെയാണ് അദ്ദേഹത്തെ നമുക്ക് വിട്ടുതരാൻ പോകുന്നത് എന്നുള്ള പ്രഖ്യാപനമൊക്കെ അദ്ദേഹം നടത്തി. പക്ഷേ ഇതുവരെയായിട്ടും അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഔദ്യോഗികമായിട്ട് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നത്
ഈ നിമിഷത്തിൽ പറയുക എന്ന് പറയുന്ന ഒരുപക്ഷെ പ്രവചനങ്ങൾക്ക് അതീതമാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ ഇതുവരെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും പല ഘട്ടങ്ങളിലും ഇന്ത്യ സമാധാന പാതയും നയതന്ത്ര മാർഗങ്ങളും എല്ലാം സ്വീകരിക്കുമ്പോഴും മറുവശത്ത് പലപ്പോഴും ഇന്ത്യയെ എത്രമാത്രം വിശ്വാസത്തിൽ പാകിസ്ഥാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം ലാഹോർ ബസ് യാത്ര നമ്മൾ നടത്തി, നാം കണ്ടതാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. മിലിറ്റൻസിന് പലപ്പോഴും നുഴഞ്ഞു കയറാനുള്ള ഒരു അവസരമാക്കിയിട്ടൊക്കെയാണ് മാറ്റിയത്. അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള മസൂദ് അസറിനെ ഇതുവരെയായിട്ട് നമുക്ക് വിട്ടുകിട്ടിയിട്ടില്ല. അന്താരാഷ്ട്ര ഭീകരനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ എത്രയോ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഉണ്ടാകാം, നമുക്കൊരു പക്ഷെ വിട്ടുകിട്ടിയേക്കാം. പക്ഷെ നിലവിലത്തെ സ്ഥിതി ഇന്ന്, പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇന്നലെ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം, ഇന്നലെ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ പോലും ഇന്ന് നിങ്ങളുടെ തന്നെ ചാനലിൽ കാണിക്കുന്നു 5 പേർ മരിച്ചു, 5 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. 5 പേർ മരിച്ചു എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാൻ എത്രത്തോളം സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ട്, ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ജവാന്മാർ ഒരു വശത്ത് കൊല്ലപ്പെടുന്നു, മറുവശത്ത് സമാധാനത്തിന്റെ പാതയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പാകിസ്ഥാൻ പറയുന്നു. അപ്പോൾ എവിടെയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് എന്നൊരു ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ നാം നേരിടുന്നുണ്ട്. ഈ ചോദ്യത്തെ എല്ലാം സംഘർഷഭരിതമാക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പ് പരിതസ്ഥിതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമായിട്ടും ഇവിടെ അതാണ്. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അനു താങ്കളിലേക്ക്. ശ്രീ പി കെ ബിജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി കെ ബിജുയുടെ അത്തരത്തിൽ നേരത്തെ വാഗ്ദാനം നൽകിയതാണ്, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തന്നെയുമുള്ള വാഗ്ദാനമാണ്. ഇതിന് സ്വാഭാവികമായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ പരിഹരിച്ചു വരാൻ നടപടിക്രമങ്ങൾ വലിയ തോതിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇത് വല്ലാതെ വൈകിയില്ലേ എന്ന് കരുതുന്നത് ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള വൈകലായിരിക്കുകയുമില്ല, നമുക്കറിയുകയില്ല അത് ഏത് വിധത്തിലാണ് എന്ന്. പക്ഷേ അപ്പോഴും ഡോക്ടർ അനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2 CRPF ജവാന്മാർ, 2 പോലീസുകാർ അതിർത്തിയിൽ ഇന്നും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതിർത്തി സംഘർഷഭരിതമായിട്ട് തുടരുകയാണ്. പക്ഷേ അഭിനന്ദനെ ഇങ്ങോട്ട് എത്തിച്ചേ പറ്റുകയുള്ളൂ, വാക്കങ്ങനെ നൽകിയിട്ടുണ്ട്. ജനീവ കരാറടക്കമുള്ള കാര്യങ്ങൾ അവർക്കുമേൽ ഇത് നടപ്പാക്കാനുള്ള ഒരു ഫോഴ്സായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കൈമാറുക എന്നത് തീർച്ചയായും ചെയ്തേ പറ്റൂ. കൈമാറിയിട്ടുണ്ട്, വാഗാതിർത്തിയിലെത്തിയിട്ടുണ്ട്, മറ്റ് നടപടിക്രമങ്ങൾ നടക്കുകയായിരിക്കാം. അപ്പോഴും പക്ഷേ നമ്മൾ പാകിസ്ഥാനെ ഈ ഘട്ടത്തിലും ഇതിനൊരു വിലപേശലിൻ്റെ സമയമൊക്കെ ആയിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ടാകും എന്ന് സംശയിക്കേണ്ടുന്ന കാര്യമുണ്ടോ? സനീഷ്, അത്ര ലളിതമായി ഇത്തരം കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ലൈൻ ഓഫ് കൺട്രോളിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണം ഒരു യുദ്ധാന്തരീക്ഷത്തിൽ അല്ലാതെ തന്നെ നടക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തികളിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് രാജ്യം ഇപ്പം നിൽക്കുകയാണ്. 2 രാജ്യങ്ങളും പരസ്പരം അവരുടെ നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തിയിട്ടുള്ള സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഉള്ള സ്ഥിതിവിശേഷം ലോകരാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അവര് ഇന്ത്യയിലെ ഒരു പൈലറ്റിനെ പിടിച്ച് അവരെ മറ്റൊരു തരത്തിലുമുള്ള സമ്മർദ്ദവും ഇല്ലാതെ ഞങ്ങൾ വിട്ടയക്കുന്നു എന്നൊരു നിലപാട് അവർ പരസ്യമായി സ്വീകരിച്ചത് ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും കാശ്മീരിൽ നടന്നിട്ടുള്ള ജവാന്മാരുടെ ആക്രമണം രാജ്യം ഒന്നാകെ അപലപിച്ച സംഭവമാണ്. ഇത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. ഭീകരവാദത്തെ പൂർണ്ണമായും എതിർക്കുന്ന സമീപനമാണ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ ഗവൺമെന്റും സൈന്യത്തിനും ഒപ്പം നിന്ന് സ്വീകരിച്ചത്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിശേഷം അത്യന്തം സങ്കീർണമാക്കാനാണ് ഇന്ന് രാജ്യത്തെ ഭരണകക്ഷികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളെല്ലാം കാണിക്കുന്നത്. രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള പ്രചരണ ആയുധമാക്കി ഇതിനെ ഉപയോഗിക്കുക എന്ന സമീപനം നമ്മുടെ രാജ്യത്ത് ഭരണകക്ഷി സ്വീകരിക്കുക എന്നുള്ളത് തികച്ചും അപലപനീയമായിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടിനെ സശ്രദ്ധം വീക്ഷിക്കുകയും ലോകരാജ്യങ്ങളിൽ നമ്മുടെ സ്വാധീനം ഒട്ടും പുറകോട്ട് പോകാതെ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. എന്തായാലും സുഷമ സ്വരാജ് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി ആഗോള തലത്തിൽ എടുത്ത നിലപാട് ലോകമാകെ അംഗീകരിക്കുന്ന സ്ഥിതിയാണ്. രാജ്യത്ത് ഭീകരർക്കെതിരായിട്ടുള്ളതാണ് യുദ്ധം, ഏതെങ്കിലും മതവിഭാഗത്തിനെതിരായിട്ട് അല്ല
അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെതായിട്ടല്ല ഞങ്ങൾ തുടങ്ങി വെച്ചത് എന്ന സമീപനം തീർച്ചയായിട്ടും ലോക രാജ്യങ്ങൾ അംഗീകാരം നേടുന്ന സമീപനമാണ്. പക്ഷേ സംഘപരിവാർ സംഘം നമ്മുടെ രാജ്യത്ത് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വിരോധാഭാസമാണ്. അത് ശരിയല്ലാത്ത നിലപാടാണ്. അത് ഇന്ത്യയുടെ നിലപാടിനെ ലോക തലങ്ങളിൽ ദുർബലമാക്കുകയായിരിക്കും ചെയ്യുക. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം എസ് കുമാർ BJP നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എം എസ് കുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ മേജർ രവി നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ മേജർ രവി, ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് ആശ്വാസകരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് രാജ്യാന്തര തലത്തിൽ സ്ഥാപിക്കാനായിട്ടുണ്ട് സുഷമ സ്വരാജിൻ്റെ ആ വാക്കുകളിലൂടെ, ഏതെങ്കിലും മതത്തിനെതിരായിട്ടല്ല, തീവ്രവാദത്തിനെതിരായിട്ടാണ് നമ്മുടെ യുദ്ധം, അതിനുള്ള പോരാട്ടമാണ് എന്ന് വളരെ രാജ്യാന്തര തലത്തിൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള വാക്കുകളിലൂടെ രാജ്യത്തിന് ആ യോഗത്തിനകത്ത്, ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രത്യേക കോൺക്ലേവിനകത്ത് അവർക്ക് സ്ഥാപിക്കാനായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇങ്ങോട്ടുള്ള ആക്രമണം തുടരുന്നു എന്ന കാര്യം അവിടെയുണ്ട്. നമ്മുടെ 5 പേർ ഇന്ന് കൊല്ലപ്പെട്ടതായി ഇപ്പോഴും വാർത്തകൾ, കാശ്മീരിലെ ഹന്ദ്വാരയിൽ ജവാന്മാരടക്കം 2 CRPF ജവാന്മാരടക്കം 5 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നേരം വൈകിയല്ലോ എന്ന സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അഭിനന്ദൻ വർദ്ധമാനെ വെച്ച് അവർ വീണ്ടും വിലപേശുകയാണോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം താങ്കൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് എടുക്കുന്ന നടപടിക്രമങ്ങൾക്ക് വേണ്ടുന്ന വൈകൽ മാത്രമാണ് എന്ന് കണ്ടാൽ മതിയോ? ഇതിന് സനീഷ് ഇപ്പം പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അഭിനന്ദനെ വിട്ടുകൊടുക്കാനുള്ള എല്ലാവിധ പേപ്പർ വർക്ക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നത് കണ്ടിട്ടില്ല നമ്മളാരും. ബട്ട് സ്റ്റിൽ ആ പ്രക്രിയയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ രണ്ടാമത്തത്, ഇന്നിപ്പോൾ അവിടെ ഫയറിംഗ് നടക്കുന്നു, 5 ജവാന്മാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നതിന് ഇതിന് നമ്മൾ ഈ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോയും അതിനെയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ട. കാരണം എന്താ വെച്ചെങ്കിൽ കാശ്മീരിൽ ഇതുപോലുള്ള അക്രമങ്ങളും തിരിച്ചടികളും എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. 5 ജവാന്മാർ ഇപ്പോൾ ഇത് മരിച്ചതുകൊണ്ട് അത് അഭിനന്ദനെ അവിടെ വെച്ചുകൊണ്ട് അവർ വിലപേശുകയാണെന്നുള്ളത് അതിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ ആ ഒരു പ്രോസസ്സ് അവിടെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അത് പാകിസ്ഥാൻ ഒരിക്കലും അഭിനന്ദനെ അവിടെ വെക്കാൻ പറ്റില്ല. കാരണം ഇൻ്റർനാഷണലി അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊരു പ്രശ്നം ഓഫ് വാർ ഉണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ബാറുണ്ട്. അത് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, അതെങ്ങനെയാലും 3-ാം ദിവസം തന്നെ അവർ തിരിച്ചയക്കാനുള്ള തീരുമാനം എടുത്തു എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ കാണുന്നത് ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നല്ലൊരു തീരുമാനമാണത്. ബിക്കോസ് മിലിറ്ററി റൂൾ ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക്കൽ കൺട്രിയിൽ ഇതുപോലെ പ്രൈം മിനിസ്റ്റർ ഒരു പാർലമെൻറ്റിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം എവിടെയോ ഒരു ഇതിൽ നിന്ന് നമുക്ക് സമാധാനപരമായിട്ടൊരു നീക്കത്തിലോട്ട് പോവാം, പ്ലസ് വാർ മാതിരിയുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഈ 2 രാജ്യങ്ങളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും കണ്ടുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വാർ സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ പാകിസ്ഥാൻ അതിനെ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. കാരണം ഒരു മിഗ് 21 വെച്ചുകൊണ്ട് ഒരു F-16 അടിച്ച് താഴ്ത്തിടാൻ ശക്തിയുള്ള ആളുകൾ, പട്ടാളക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് വെപ്പൺസ് തന്നാലും ശരി, ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ കയ്യിലുള്ള വെപ്പൺസ് വെച്ചിട്ട് നിങ്ങളെ എതിർക്കും. അത് എതിർത്തിട്ട് അത് സക്സസ്ഫുൾ ആക്കി എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ നോക്കിയത് എന്താണ്? ഇവിടെ ഈ നമ്മുടെ രാജ്യത്ത് ഈ 10-12 ദിവസവും ഒരു വിധത്തിലുമുള്ള ഒരു റിയാക്ഷൻസ് ആൻറ്റി നാഷണലായിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒരാളും സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഒരു TV ചർച്ചകളിലോ ഒന്നിലും ഒരാളും ധൈര്യമായി വന്നിട്ട് പാകിസ്ഥാൻ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണെന്നുള്ളത് ഒരിക്കലും അതവർ പറഞ്ഞിട്ടില്ല. കാരണം രാജ്യം ഒന്നടങ്കം നിന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി നമ്മളിതിനെ കാണരുത്. ബിക്കോസ് എന്തു തന്നെയായാലും ഏതൊരു പൗരനും ഏത് പാർട്ടിക്കാരനായാലും ശരി അവരുടെ ഉള്ളിലൊരു ദേശസ്നേഹമുണ്ട്. പക്ഷേ ചിലരത് പറയില്ല, ചിലരത് ചില സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ 14 ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ ഈ 3-4 ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആക്രമണം നമ്മളവിടെ ബോംബാർഡ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിയാണെങ്കിലും ശരി, ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും ഒരുത്തർ പോലും ഇന്ത്യ ചെയ്ത് തെറ്റെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പാകിസ്ഥാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതും അതും തീരുമാനമായി ഇതിനകത്ത്. കാരണം ഇറാൻ കൊണ്ടുവന്നിട്ട് ഫൈറ്റർ ജെറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് അഫ്ഗാനിസ്ഥാനിൽ നിരത്തി വെച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായ കാര്യം ഇത്ര അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ള അവർക്ക് മനസ്സിലായിരിക്കുന്നു.
ഈ സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് നമുക്കത് സ്വീകാര്യമാണ് എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലീവ് യു എന്നുള്ളൊരു വാണിംഗ് നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ട് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഇങ്ങനൊരു മനസ്സ് മാറാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ പുറത്തു വന്നു. വീഡിയോ പുറത്തു വന്ന സ്ഥിതിക്ക് ലോകം മുഴുവൻ കണ്ടു നിങ്ങളുടെ കയ്യിലൊരു പ്രിസണർ ഓഫ് വാർ ഉണ്ട്, അപ്പോൾ അവരെ അധിക ദിവസം നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. ഇത് ഒരുപക്ഷെ ഈ വീഡിയോ പുറത്തു വരാതെ അഭിനന്ദൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ മുകളിലായിരുന്നെങ്കിൽ ഇന്ന് ഈ അഭിനന്ദനെ വെച്ചിട്ട് അവർക്ക് വിലപേശാമായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് അഭിനന്ദനെ വെച്ചിട്ട് വിലപേശാൻ പറ്റില്ല. അത് എങ്ങനെയായാലും സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബാർഗനിങ് ആവില്ല. പ്ലസ് നമ്മളും ശക്തമായിട്ട് പറയുന്നത് നിങ്ങൾ ബാർഗെയിൻ ചെയ്യേണ്ട, യു ജസ്റ്റ് ഗീവ് us ബാക്ക് അവർ സോൾജർ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്നുള്ളതും കൂടെ പറയുന്ന സമയത്ത് ഇമ്രാൻഖാൻ എടുത്ത ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഫേസും മുഖവും കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിപ്ലോമാറ്റിക്കൽ മൂവ് എന്ന് പറയുന്നതിനെ നമ്മളെല്ലാവരും അംഗീകരിക്കണം. പിന്നെ ഇതിപ്പം രാഷ്ട്രീയപരമായിട്ട് അവർ മുതലെടുത്തു ഇവർ മുതലെടുത്തു, അത് എല്ലാവരും മുതലെടുക്കുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാൻ മേജർ രവി താങ്കളിലേക്ക്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അഭിനന്ദൻ എത്തിയിട്ടുണ്ട് നമ്മുടെ മണ്ണിൽ. അദ്ദേഹം ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഒരുപക്ഷെ ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തീരുമാനമെടുപ്പും ഒക്കെ അങ്ങനെ ആയിരിക്കാം. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ എം എസ് കുമാർ BJP നേതാവ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ എം എസ് കുമാർ, ഇവിടെ അദ്ദേഹത്തെ അഭിനന്ദനെ കൈമാറുന്നതിന് കാരണമായ പല കാര്യങ്ങളുണ്ട്. മേജർ രവി കുറേ കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു. രാജ്യാന്തര സമ്മർദ്ദം, ജനീവ കരാർ പോലുള്ള നിർബന്ധ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഐക്യം. ഇതുപോലൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ട ഒരു കാര്യം കൂടെ ഇമ്രാൻഖാന് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സമ്മർദ്ദമായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ അതിശക്തമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ വെച്ച്, കന്യാകുമാരിയിൽ വെച്ച്, താങ്കളും കൂടെ അത് കേട്ടതായിരിക്കും. ചില രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് അദ്ദേഹം അതികടുത്ത ആരോപണം, അതിശക്തമായിട്ടുള്ള ആരോപണം, ഈ സാഹചര്യത്തിൽ അങ്ങേയറ്റം ശരിയല്ലാത്തതെന്ന് തോന്നുന്ന ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നോ? പറഞ്ഞത് ശരിയായ കാര്യമാണോ? അത് ചില പ്രതിപക്ഷ നേതാക്കളുടെ സ്വരം അത്തരത്തിലായിരുന്നല്ലോ. നമ്മളത് വിസ്മരിക്കുന്നതിനാണ്. തൊടുപുഴയിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ സൂചിപ്പിച്ചു പോകുന്നത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവുമാണ്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോടൊപ്പം പ്രതികരിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കുണ്ട്. ഇത് നരേന്ദ്രമോദി ആദ്യമായി ചെയ്യുന്നതല്ലോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്തുണ്ടായ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടില്ലേ? തെരഞ്ഞെടുപ്പ് ആളുകളിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു വലിയ ഒരു മഹാഭാവമായി ഒന്നും കരുതേണ്ട കാര്യമില്ല. ഈ നിലപാടുകളിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാട് അത് നിങ്ങൾ വിസ്മരിക്കരുത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് ടെലിഫോൺ പോലും നിഷേധിച്ച് ഇന്ത്യയുടെ ശക്തമായ നിലപാട്, ശക്തമായ പ്രതിഷേധവും അറിയിച്ച ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത്. ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടാൻ പാടില്ല. സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം വിലയിരുത്തുമ്പോൾ ഭീകരവാദ പ്രവർത്തനം ചർച്ചയാകും. ഭീകരവാദ പ്രവർത്തനത്തെ നേരിടാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ ചർച്ചയാകും. അങ്ങനെയൊക്കെ അത് തെറ്റായിരുന്നു എന്ന് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പ്രതിപക്ഷത്തിനുണ്ടല്ലോ. അവരത് ചെയ്യണം. അതിന് പകരം എനിക്ക് ഉപയോഗിക്കരുത്, തെരഞ്ഞെടുപ്പ് റാലികളിൽ പറയാൻ പാടില്ല, BJP പ്രവർത്തകരോട് സംസാരിക്കാൻ പാടില്ല, ഈ വിഷയം തെരഞ്ഞെടുപ്പ് ആക്കാൻ പാടില്ല, ഇതൊക്കെ എന്ത് ന്യായമാണ് ഇതിനൊക്കെ ഉള്ളത്? വളരെ ബാലിശമാണ് ഇതെല്ലാം. അവിടെ ശ്രീ എം എസ് കുമാർ ബാലിശമാണ് തള്ളുമ്പോഴും ശ്രീ എം എസ് കുമാർ, അവിടെ ഒരു ധാർമ്മിക പ്രശ്നമില്ലേ? ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ആകെ തന്നെയും പ്രധാനമന്ത്രിയാണ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പദവിയിലിരിക്കുന്നയാളാണ്. അദ്ദേഹം ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവരുടെയും പിന്തുണയുള്ള, ആ പദവിക്ക് എല്ലാവരുടെയും പിന്തുണ കിട്ടുന്ന ഒരു കാലത്ത് അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തെ എടുത്ത് ആരും എതിർക്കാനില്ലാത്ത അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്, ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇതാ പാകിസ്ഥാന്റെ കൂട്ടാളികളാണെന്നാണ്, അവർ സൈന്യത്തിനൊപ്പമല്ല, സൈന്യത്തെ എതിർക്കുകയാണ്, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നതിൽ അഭംഗിയില്ലേ? ഏറ്റവും ചുരുങ്ങിയത് അഭംഗി എന്ന വാക്കിനെ ഉപയോഗിക്കേണ്ടതല്ലേ? അദ്ദേഹം പ്രതിപക്ഷങ്ങളെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. പ്രതിപക്ഷ നേതാക്കളിൽ ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളതിനെ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ പ്രധാനമന്ത്രിയുടെ കർമ്മവും ധർമ്മയും അധാർമികതയൊന്നുമില്ല അതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾ അറിയണ്ടേ? എന്തിനാണ് നിങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ജനങ്ങൾ അറിയട്ടെ. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നേരത്തെ സംസാരിച്ച മാഡം പറയുന്നത് കേട്ടു, ഇപ്പോഴാണ് അതിർത്തിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായി പിരിഞ്ഞ അന്ന് മുതൽ അതിർത്തികളിൽ പ്രശ്നമുണ്ട്. 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പൊട്ടിമുളച്ചതല്ല ഈ പ്രശ്നങ്ങൾ.
ഇപ്പം സംസാരിക്കുന്ന പലരും പറയുന്ന കേട്ടാ തോന്നും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഈ രാജ്യത്ത് ഭീകരവാദം ഉണ്ടായത്, അതിനുശേഷമാണ് സൈനികർ കൊല്ലപ്പെടുന്നത്, അതിനുശേഷമാണ് സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത്. അങ്ങനൊന്നുമല്ല. എത്രയോ ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പ്രതികരിക്കാൻ ശേഷിയില്ലാതെ നമ്മളൊക്കെ നിർനിമേഷമായി നിന്നിട്ടുണ്ട്, നിശ്ചലായി നിന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ്. ആ കാലമൊന്നും വിസ്മരിക്കരുത്. ബോംബെ സ്ഫോടനങ്ങൾ 800 പേരാണ് 93 ബോംബെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. 1500 പേർക്ക് പരിക്ക് പറ്റി, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എങ്ങനെ പ്രതികരിച്ചു നമ്മുടെ ഭീകരവാദികളോട്? 2006 ബോംബെ ആക്രമണ കേസ്, അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിച്ചു? 250 പേരാണ് അത് കൊല്ലപ്പെട്ടത്. നമ്മളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടായി. ശക്തമായി ഇത്രയും നയതന്ത്ര രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരുണ്ടോ? ചൈനയെ കൊണ്ടുപോലും, ചൈന ഇന്ത്യയുടെ സഖ്യകക്ഷിയൊന്നുമല്ല, ഇന്ത്യയുമായി ഒരു നല്ല അഭിപ്രായമുള്ളവരല്ല, 62 ശേഷം നമ്മൾ നല്ല ബന്ധത്തിലല്ല. ഒരു വാക്ക് കൊണ്ടുപോലും ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ളവരല്ല ചൈന. ഇപ്പോഴും അനുകൂലമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എപ്പോഴും പാകിസ്ഥാന് വേണ്ടി വാദിച്ചിരുന്ന ചൈന പോലും ഒരു നിഷ്പക്ഷ നിലപാടും തോന്നിപ്പിക്കുന്ന ഒരു നിലപാടെടുത്തില്ലേ? ഭീകരവാദികൾക്കെതിരായ നിലപാട് വേണമെന്ന് പറഞ്ഞില്ലേ? റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, എല്ലാ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ സാധിച്ചെങ്കിൽ, അത് മാത്രമല്ല മുസ്ലിം രാഷ്ട്രങ്ങൾ അവരുടെ കോൺക്ലേവ് സൗദി അറേബ്യ നടന്നപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് ഇന്ത്യക്ക് പോകേണ്ടി എത്രമാത്രം നയതന്ത്ര രംഗത്ത് നമുക്ക് വിജയിക്കാൻ സാധിച്ചു. ആ സമ്മർദ്ദമെല്ലാം കൊണ്ട് കൂടിയാണ് ഈ യുദ്ധത്തടവുകാരെ പിടിച്ചിട്ട് 48 മണിക്കൂറിനകം ഇന്ത്യക്ക് കൈമാറേണ്ടി വന്നത്. ഇതിന് മുമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ. ശരി, ശ്രീ എം എസ് കുമാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പി കെ ബിജു, അവിടെ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നതാണോ? ശ്രീ പി കെ ബിജു, ഇവിടെ രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ചത് എന്ന അവകാശവാദം BJPക്ക്, ആ സർക്കാരിന്, നരേന്ദ്രമോദിക്ക് ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വേദിക്കകത്ത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഒരല്പം കൂടെ കടന്ന് എന്ന് താങ്കൾ അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള ആളുകൾക്ക് തോന്നുന്നതാണെങ്കിൽ തന്നെയും രാഷ്ട്രീയമായിട്ട് തിരിച്ചു നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്നവർ വിചാരിക്കുന്നു. പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇന്ത്യൻ സേനയെയും ഇന്ത്യയെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി വിചാരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ വോട്ടർമാരോടും പാർട്ടി പ്രവർത്തകരോടും പറയാനുള്ള അവകാശം ഈ ഘട്ടത്തിലുമുണ്ട്. അതിൽ അഭംഗിയുള്ളതായിട്ട് ഒന്നുമില്ല എന്നാണ് ശ്രീ എം എസ് കുമാറിന്റെ വാദം. ശരിയായി താങ്കൾ സമ്മതിച്ചു കൊടുക്കുമോ? ശ്രീ സനീഷ്, ഇവിടെ കാണേണ്ടത്, ശ്രീ എം എസ് കുമാർ ഇവിടെ കുറെ കാര്യങ്ങൾ ന്യായീകരിക്കുന്നത് കേട്ടു. ഞങ്ങളൊന്നും അത്തരം ചർച്ചയിലേക്ക് പോകാൻ ഈ ഘട്ടത്തിലൊന്നും ആഗ്രഹിച്ചിരുന്നവരല്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് BJP നേതാവ് കർണാടകത്തിലെ ശ്രീധരൻപിള്ള, ശ്രീ യെദ്യൂരപ്പ, അദ്ദേഹം പറഞ്ഞത് ഈ ആക്രമണം BJPക്ക് സീറ്റ് വർദ്ധിപ്പിക്കുമെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞതുമായിട്ട് കൂട്ടിയോജിപ്പിക്കുമ്പോ BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തുണ്ടാകുന്ന യുദ്ധം അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന ഇത്തരം അക്രമത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നാളിതുവരെ 1947 മുതൽ ഈ പ്രശ്നമുണ്ട്. ശ്രീ എം എസ് കുമാർ അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1965 ഇൻഡോ പാക് വാർ നടന്നു, 1971 നടന്നു, 1999 നടന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീ എം എസ് കുമാറിനും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയോടും ഇന്ത്യ ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്ന ജവാന്മാരുടെ പേരൊന്ന് പോയി നോക്കണം. അതെല്ലാം രാജ്യത്ത് വലിയ യുദ്ധങ്ങൾ നടത്തി, പോരാട്ടം നടത്തി, വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരാണ് ഇന്ത്യ ഗേറ്റിന്റെ കല്ലുകളിൽ എഴുതി കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ BJP അധികാരത്തിൽ വന്ന ഈ 5 വർഷമാണ് ഞങ്ങൾ അതിർത്തിയിലുള്ള മുഴുവൻ ഭീകരരെയും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയെല്ലാം ആക്രമിക്കാനുള്ള ശേഷിയുള്ളതായി മാറിയത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, വിഡിത്തമാണ്. അതുപോലെ ഈ പ്രധാനമന്ത്രി മോദി ഇപ്പൊ പറയുന്നത് പോലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം എതിരാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതെല്ലാം രാജ്യത്തിന്റെ ചരിത്രത്തെ തിരസ്കരിക്കലാണ്, ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സമീപനമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം യുദ്ധത്തെ ആരും അനുകൂലിക്കുന്നില്ല, പക്ഷെ ഭീകരവാദത്തെ അതികർക്കശമായി നേരിടണമെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ശ്രീമതി സുഷമ സ്വരാജ് പാർലമെന്റ് വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. ആർക്കും എതിരഭിപ്രായം ആ കാര്യത്തിൽ ഉണ്ടായില്ല. അപ്പൊ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒറ്റപ്പെട്ട് സംസാരിക്കുന്നത് അല്പത്തമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. രാജ്യത്തെ ജനങ്ങൾ ആ നിലയിലെ BJP ഉയർത്തുന്ന ഈ വാദത്തെ കാണൂ എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ പി കെ ബിജു, പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടതല്ലേ? അതായത് എല്ലാവരെയും അടച്ചല്ല, ചില പാർട്ടികൾ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഫ്യൂ പാർട്ടീസ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചില പാർട്ടികൾ, വ്യക്തികളെയല്ല, ചില പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഈ രാജ്യം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ചില ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് പാകിസ്ഥാൻ പാർലമെന്റിൽ ഇമ്രാൻഖാൻ നടത്തിയ പ്രകടനങ്ങളുടെ അത് കോട്ട് ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങൾ വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ലേ?
സരീഷ്, ഇത് കാണേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ വിദേശകാര്യ മന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരാൾ വ്യത്യസ്തമായ നിലപാട് ഇന്ത്യൻ സൈന്യം എടുത്ത നിലപാടിനെ കുറിച്ചോ അല്ലെങ്കിൽ സർക്കാർ അക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചോ അവിടെ എതിർത്തൊരു അഭിപ്രായം പറഞ്ഞില്ല എന്നത് കാണണ്ടേ? അതല്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പരസ്യമായി പാർട്ടി വേദികളിലാണെങ്കിലും രാജ്യത്തെ പൊതുവേദിയാണല്ലോ അതെല്ലാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് പാർട്ടി വേദിയിൽ എന്തു പറയാം, പുറത്തു പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. തീർച്ചയായിട്ടും രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ കെ ബിജു താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒന്ന് ഡോക്ടർ അനു ഉണ്ണിയും മേജർ രവിയും ഉണ്ട്. അവർക്ക് ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ സംസാരിക്കുക താല്പര്യമുള്ള വിഷയമായിരിക്കില്ല. പ്രത്യേകിച്ചും ശ്രീ മേജർ രവി, അവിടെ ഇപ്പോഴുമുള്ള നമ്മുടെ പ്രശ്നം, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അഭിനന്ദനെ കൈമാറിയിട്ടില്ല എന്ന് സൂചന എന്നാണ്. ഞങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അത് പോകുന്നുണ്ട്. വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല എന്ന സൂചന എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഒരുപക്ഷെ അത് ആ നിലക്ക് തന്നെ വാർത്ത വന്നിട്ടുണ്ടാകണം. നടപടിക്രമങ്ങൾ വല്ലാത്ത തോതിൽ വൈകുകയാണ് എന്ന് നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴും ഇതേ ചോദ്യം അങ്ങോട്ട് താങ്കളോട് ചോദിച്ചപ്പോഴും അങ്ങനെ സംഭവിക്കാനിടയില്ല എന്ന തോന്നൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്നാൽ പാർലമെന്റിനകത്ത് നൽകിയ വാഗ്ദാനമാണ്, ലോകം മുഴുവൻ കേട്ടതാണ്. ഇന്നത്തെ ദിവസം ഈ രാത്രി അവസാനിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അവർക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ. പാകിസ്ഥാൻ പക്ഷേ അങ്ങനെ വാക്കെല്ലാ കാലത്തും പാലിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്കല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. അഭിനന്ദനെ കൈമാറിയിട്ടില്ല എന്ന ഈ വാർത്തയെ എങ്ങനെ കാണേണ്ടി വരും? ഇവിടെ എനിക്കൊരു സംശയം ഞാൻ മുന്നേയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മീഡിയാസിൻ്റെ എല്ലാം മുന്നിൽ വന്നിട്ട് ആസ് ഫാർ ആസ് മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു വാർത്ത, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു കടമ അവർക്കുണ്ട്. അഭിനന്ദ് തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന, ഒരു നോക്ക് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന കംപ്ലീറ്റ് ഇന്ത്യൻ ജനതയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്താണ് ഒരു പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ വൈസ് ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ഒരു പ്രിസണർ ഓഫ് വാർ തിരിച്ചു വരുന്ന സമയത്ത് ആസ് ഫാർ ആസ് യൂണിഫോംഡ് ഫോഴ്സസ് ആർ കൺസേൺ, ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പക്ഷേ യൂണിഫോം ഫോഴ്സസ്, അതിൽ ഇപ്പോൾ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിനന്ദനെ കൊണ്ടുവന്ന് ടി വിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് സംസാരിക്കാനോ ചിരിക്കാനോ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് നൗ. ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ അഭിനന്ദനെ കൊണ്ടുവന്ന് നമുക്കിവിടെ തിരിച്ച് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പോലും നമ്മൾ അറിയാത്ത രീതിയിൽ ഒരുപക്ഷെ 4 കോൺവോയുടെ വണ്ടികൾ അതിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വണ്ടിക്കകത്ത് ഓൾറെഡി അഭിനന്ദൻ ഉണ്ടായിരുന്നു, അത് എയർക്രാഫ്റ്റ് കയറ്റിയിട്ട് പോയിട്ടുണ്ടായിരിക്കും. സോ യു നെവർ നോ അബൌട്ട് ദിസ്. വൈ? ബിക്കോസ് അവരൊരു മീഡിയ സാവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മീഡിയനെ കണ്ടിട്ട് സംസാരിക്കണം, ഇതൊന്നും ഇല്ലാത്ത പട്ടാളത്തിൽ പഠിപ്പിക്കുന്നതാണ് കീപ്പ് അവേ ഫ്രം ദ മീഡിയ എന്നുള്ളത്. ബിക്കോസ് യു ആർ നോട്ട് സപ്പോസ് ടു ടോക്ക് ടു ദ മീഡിയ അണ്ടിൽ, അതാണ് പട്ടാളക്കാരൻ്റെ ഇതുപോലുള്ള പ്രസ് മീറ്റ് വരുന്ന സമയത്ത് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് വായിക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അവർ സംസാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് ഓർഡർ, അത് ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്. അങ്ങനെ പട്ടാളക്കാർ മീഡിയ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി എ റിട്ടൺ ആൻഡ് റെക്കോർഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഗിവൺ എന്നുള്ളത് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൈമാറി അത് കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ടാവാം. ഇപ്പം അത് വന്നിട്ടില്ല എന്നുള്ളത് പറയുന്നത് ഊഹമാണ്. കാരണം വന്നോ ഇല്ലേ എന്നുള്ളത് നമുക്കെല്ലാം ആ സമയത്ത് കിട്ടിയിരുന്ന ന്യൂസും അവിടുത്തെ ക്രൗഡിൻ്റെ റിയാക്ഷൻസും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനീസിൻ്റെ വണ്ടികൾ വരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എവിടെ പോയി പിന്നെ അതെല്ലാം. സോ ലെറ്റ് us നോട്ട് റൂൾ ഔട്ട് അഭിനന്ദ് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് നമുക്കതങ്ങനെ പെട്ടെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ മീഡിയയുടെ മുന്നിൽ വരാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇപ്പം ചെയ്യേണ്ട കുറേ പ്രോട്ടോകോൾസ് വൈസുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡീബ്രീഫിംഗ്, അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം നടന്നു, ഇത് ഒഫീഷ്യലായിട്ട് ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആദ്യം ഒഫീഷ്യലി എയർഫോഴ്സിന് കിട്ടണം. അതിനുശേഷം എയർഫോഴ്സിൻ്റെ ചീഫ് വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അപ്രൈസ് ചെയ്യും, പ്രസിഡന്റിനെ അപ്രൈസ് ചെയ്യും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് എന്ന്. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവരൊരിക്കലും പ്രസ് മീറ്റിന് വേണ്ടി വരും, അതിന് സമയം കാണുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാനിതിങ്ങനെ ചിന്തിച്ചതിനാണ്. ദേ വിൽ നോട്ട് ബി കമ്മിങ് ടു ദ ക്രൗഡ് നൗ. ദേ വിൽ ഫിനിഷ് ദിസ് പ്രോട്ടോകോൾ ബിസിനസ്, ദെൻ ഓൺലി ദേ വിൽ കം. പിന്നെ ഇപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയങ്ങളൊക്കെ പറയും, നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ ഊഹാപോഹങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ഇമ്രാൻഖാൻ അവരെ വിട്ടു, കാരണം നവജോത് സിംഗ് ടെലിഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്, ഇങ്ങനെയുള്ള പല റൂമേഴ്സും ഇവിടെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാൻ നോക്കുന്നുണ്ട്. അതല്ല ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി നമുക്കെല്ലാവർക്കും ജനതയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുക. അത് ടി വി കൂടെ കണ്ടു കഴിഞ്ഞാൽ യെസ്
അവർ ഹീറോ ഹാസ് കം ബാക്ക് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാനിരിക്കേണ്ട ഈ സമയത്ത് ഇനിയും നിങ്ങൾ കുറച്ചുകൂടെ സമയം നമുക്ക് ഈ പൊളിറ്റിക്കൽ ഡിഫറൻസസ് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നരേന്ദ്രമോദി വന്ന സമയത്തിന് ശേഷവും അതിനു മുന്നേയും ഉള്ള കാശ്മീരിൽ എന്നും, അതാണ് ഞാൻ പറഞ്ഞത്, കാശ്മീരിൽ എന്നും അക്രമങ്ങൾ നടക്കുന്നുണ്ട്, ടെററിസ്റ്റ് അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഇതിനു മുന്നേ ഉണ്ട്. പക്ഷേ റിയാക്ഷൻസ് വരുന്ന പട്ടാളത്തിനെ അടിക്കുന്നവർക്കുള്ള റിയാക്ഷൻ, തിരിച്ചടികളുടെ ശക്തത കൂടിയിട്ടുള്ളത് ഈ ഗവൺമെൻറ് വന്നിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വിളിച്ചു പറയണോ വേണ്ടിയെന്നുള്ളത് ദാറ്റ് ഈസ് ദെയർ പൊളിറ്റിക്കൽ വിൽ. ബട്ട് whatever it is, the morale of the military men, army men, that is high today. Because എന്നെ അടിച്ചാൽ എനിക്ക് തിരിച്ചടിക്കാൻ എനിക്ക് ഡൽഹിയിലോട്ട് ടെലിഫോൺ ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പട്ടാളക്കാരെ ഈ ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവർ തോക്കെടുത്തിട്ട് കാണുന്നവരെ മുഴുവൻ വെടിവെക്കുന്നു എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ കണ്ടതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഇപ്പോഴും ഇനിയും കുറച്ചുകൂടെ ദിവസം നിങ്ങളിത് പൊളിറ്റിക്കലി ഇതിൻ്റെ മൈലേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാതെ ഇനിയും നമുക്ക് അദ്ദേഹം തിരിച്ച് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്നവരേക്കും ഈ വാർ സിനാരിയോൻ്റെ അതിൻ്റെ ഫ്യൂസ് ഒന്ന് ഊരുന്നത് വരയ്ക്കും. കാരണം ഇപ്പോഴും ആ ഒരു വാറിൻ്റെ ഒരു ചെറിയൊരു ടെമ്പർ അവിടെ നിൽക്കുന്നുണ്ട്. നടക്കില്ല, ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ബട്ട് സ്റ്റിൽ ആ ടെമ്പർ ഒന്ന് മാറുന്ന വരയ്ക്കെങ്കിലും നമുക്ക് ഈ പൊളിറ്റിക്കൽ ഫൈറ്റ് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് തീർച്ചയായും താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതിന് പിന്നിലെ താങ്കളുടെ നല്ല ഉദ്ദേശത്തെയും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ശ്രീ മേജർ രവി, നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രി തൊട്ടാണ് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ പറയാനുള്ള സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ശ്രീ എം എസ് കുമാറിനെ പോലുള്ള നേതാക്കൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മറിച്ചുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകും. നമുക്ക് ആഗ്രഹം ഈ ഘട്ടത്തിൽ അഭിനന്ദൻ്റെ മുഖം കാണുക എന്നത് തന്നെയാണ്. ഈ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, രാഷ്ട്രീയമില്ലാതെ കാര്യങ്ങൾ കടന്നു പോകട്ടെ എന്ന്. പക്ഷേ നമ്മുടെ രാജ്യത്തെ യാഥാർത്ഥ്യം മറിച്ചാണെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണ്. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ഡോക്ടർ അനു ഉണ്ണി, ഞാൻ താങ്കളിലേക്കാണ് വരിക. അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുന്ന നടപടിക്രമങ്ങൾ വൈകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. വാഗ അതിർത്തിയിൽ 5:20 എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള നടപടിക്രമങ്ങളുടെ വൈകൽ കാരണം ഇതുവരെ അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ടില്ല എന്ന കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഉണ്ണി, എന്തുകൊണ്ടാണ് വൈകുന്നത്? നേരത്തെ അവർക്ക് നടപടിക്രമങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും, എന്ന് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാവുകയുമില്ലല്ലോ. അത് നേരത്തെ മേജർ രവി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ സ്വാഭാവികമായൊരു വൈകൽ എന്ന് കണ്ടാൽ മതിയോ? സ്വാഭാവികമായ വൈകൽ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം 9 മണിയോടുകൂടി അഭിനന്ദനെ വിട്ടു നൽകും ഇന്ത്യക്ക് എന്നാണ് ലഭിക്കുന്ന ഔദ്യോഗിക സ്രോതസ്സിൽ നിന്നുള്ള വിവരം. എന്നാൽ അതും സംഭവിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും ഒരു ഉറപ്പ് അക്കാര്യത്തിലും പറയാൻ കഴിയില്ല. കാരണം അഭിനന്ദനെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ അന്തിമമാക്കുന്നതിലാണ് വലിയ കാലതാമസം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആ രേഖകൾ, ഏതിലാണ് കാലതാമസം എന്നതിൽ വലിയ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ ഉപസ്ഥാനപതി പാക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ രേഖകളെല്ലാം അന്തിമമാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ ഈ കാലതാമസം വരുന്നത് എന്നാണ് വ്യക്തമാകാത്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയിട്ടുണ്ട്. മറ്റ് രേഖകൾ തയ്യാറാക്കുന്ന കാര്യത്തിലാണ് ഈ കാലതാമസം എന്ന് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ അദ്ദേഹത്തെ കൈമാറി കഴിഞ്ഞു ഇന്ത്യക്ക്. അദ്ദേഹം നമ്മുടെ കസ്റ്റഡിയിലാണ്. നമ്മൾ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, അത് കൈമാറി കഴിഞ്ഞു എന്ന് സംശയിച്ചുകൂടെ? അതായിരിക്കില്ലേ കാര്യം? അതല്ല എന്നാണ് സനീഷ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇന്ത്യയുടെ പക്കൽ എത്തിയെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം സ്വാഭാവികമായും നമ്മുടെ പൗരനെ നമുക്ക് ലഭിക്കുന്നു എന്ന ഒരു വിഷയമാണിത്. പക്ഷേ പാകിസ്ഥാന്റെ പക്കൽ തന്നെയാണ് ഇപ്പോഴും അഭിനന്ദൻ ഉള്ളത് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലുള്ള വിവരം. അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്തുകൊണ്ട് ഈ 4 മണിക്കൂറായി ഇത്രയധികം നീണ്ട നടപടിക്രമങ്ങൾ എന്താണെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം നടപടിക്രമങ്ങൾ പലതും അവിടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഉപസ്ഥാനപതി പൂർത്തിയാക്കിയെന്ന് പറയുന്നു, പേപ്പർ വർക്കുകൾ. ഇവിടെ ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വൈകിപ്പിക്കാനുണ്ടാകുമ്പോൾ അത് പാകിസ്ഥാൻ ഒരു മൈൻഡ് ഗെയിം കളിക്കുകയാണോ, അത്തരത്തിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളാണോ, ഇനി ഉപാധി വയ്ക്കാനുള്ള വല്ല നീക്കവുമാണോ പാകിസ്ഥാൻ നടത്തുന്നത് തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇക്കാര്യത്തിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കപ്പെടുന്നുണ്ട്, ഇപ്പോഴും അഭിനന്ദൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. വാഗ അതിർത്തിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തെ കൈമാറിയിട്ടില്ല എന്ന് ദേശീയ ദിനപത്രമായ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് അഭിനന്ദൻ ലാഹോറിലുണ്ടെന്നാണ്. പക്ഷേ അക്കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അഭിനന്ദനെ വാഗയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് പാക് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കൈമാറുന്ന
കൈമാറുന്നത് വൈകുകയാണ്. ആ നടപടിക്രമങ്ങളിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നതോടെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ചില തന്ത്രങ്ങൾ പയറ്റാനുള്ള ശ്രമമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നത്. ഞാൻ തിരിച്ചു വരാം ഉണ്ണി താങ്കളിലേക്ക്. കൂടുതൽ വിവരങ്ങൾ ഉള്ളപ്പോൾ ഇങ്ങോട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം. അതാത് സമയങ്ങളിൽ തന്നെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നും എനിക്കറിയാം. ഡോക്ടർ അനു, ഇവിടെ ഉണ്ണി റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ ഇക്കാര്യത്തിൽ സംശയം മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. ഉപാധികൾ വെക്കുക ഈ ഘട്ടത്തിൽ എന്നത് അവർക്ക് സാധ്യമായ കാര്യമാണോ? അവർ ലോകത്തിനു മുമ്പാകെ പ്രഖ്യാപിച്ചതാണ് ഇന്ന് കൈമാറും എന്ന്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അഭിനന്ദന്റെ കൈമാറ്റം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വിട്ടുതരിക എന്ന് പറയുന്നത് ഇന്നലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതിൽ നിന്ന് പാകിസ്ഥാന് ഇനി ഈ ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് അസാധ്യം എന്ന് തന്നെ പറയാം. കാരണം ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം സമ്മർദ്ദം പാകിസ്ഥാന് മേലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ ഏത് നിമിഷവും ഇനിയും പാകിസ്ഥാനെ തേടി വരാമെന്നുള്ള ആശങ്ക പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ കൈമാറും എന്ന ഡിസിഷൻ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഒരു പക്ഷേ ഇനി ഉപാധികൾ വെക്കുക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഏതാണ്ട് അസാധ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അമേരിക്കയിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന് ശക്തമായിട്ടുള്ള താക്കീത് വന്നു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ദീർഘകാല സുഹൃത്തായിട്ടുള്ള ചൈന ഈ ഒരു വിഷയത്തിൽ വളരെ അസന്നിഗ്ധമായിട്ട് ഒരു നിലപാട് എടുത്തിരിക്കുന്നു. സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് സൗദി അറേബ്യയുടെ പ്രതിനിധി ഇന്ന് പാകിസ്ഥാനിലേക്ക് എത്തുകയാണ്. സൗദി അറേബ്യയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള സൗഹാർദ്ദത്തിനെല്ലാം അപ്പുറമായിട്ട് സൗദി അറേബ്യയും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള OICയിൽ നടത്തിയ സുഷമ സ്വരാജിന്റെ പ്രഖ്യാപനത്തിനടക്കം കിട്ടിയ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പിന്തുണയെല്ലാം കണക്കിലെടുക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഏതാണ്ട് എന്നല്ല പൂർണ്ണമായിട്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉപാധികളിലേക്ക് പാകിസ്ഥാൻ പോകും എന്ന് നമുക്ക് കരുതുക സാധ്യമല്ല. പാകിസ്ഥാന് വേണ്ടി ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്. യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരു തരത്തിലും പോകുക എന്ന് പറയുന്നത് സാധ്യമാണ്. അത് നേരത്തെ മേജർ ചൂണ്ടിക്കാണു. ഞാൻ തിരിച്ചു വരാം താങ്കൾക്ക്. ശ്രീ PK ബിജു, ഇവിടെ നമ്മുടെ മുന്നിൽ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വസ്തുതകളുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് എന്തെങ്കിലും ഊഹത്തിന്റെ പേരിലല്ല, പ്രധാനപ്പെട്ട പത്രങ്ങളടക്കം പാകിസ്ഥാൻ ഇങ്ങോട്ട് കൈമാറിയിട്ടില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ണിയാണെങ്കിലും അക്കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാതെ അങ്ങനെ ഒരു സംശയം റിപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ആ തരത്തിൽ അത് കൃത്യമായി തന്നെയും ഇങ്ങോട്ട് ലഭിച്ചിട്ടില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ മുന്നിൽ ആ വസ്തുതയുണ്ട്. പക്ഷേ രണ്ടാമത് മേജർ രവി നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യവും വളരെ പ്രസക്തമാണ്. അതായത് കൈമാറിയതിനു ശേഷം, ഏറ്റുവാങ്ങിയതിനു ശേഷം ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങൾ ഒരുപാടുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തെ കാണിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടെടുക്കുന്ന വൈകലായിരിക്കാം അത് എന്ന് ശ്രീ മേജർ രവി പറയുന്നതും തള്ളിക്കളയാവുന്ന കാര്യമല്ല. അത് വസ്തുതപരമാണ്. അദ്ദേഹത്തിന് കൂടുതലായിട്ട് കാര്യത്തെക്കുറിച്ച് അറിയുന്നതുമാണ്. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഈ ഇങ്ങോട്ട് വാഗാതിർത്തി വരെ എത്തിച്ചിട്ട് ഇങ്ങോട്ട് കൈമാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് വെച്ച് ഉപാധികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിക്കലൊക്കെ പാകിസ്ഥാന് സാധ്യമാകുന്ന കാര്യമാണോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? സനീഷ, ഇവിടെ കാണേണ്ടത് ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാം. മറ്റു രാജ്യങ്ങളുടെ മീഡിയേറ്റർ ആവശ്യമില്ല നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തെ അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യയിലേക്ക് കൈമാറിയോ എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും ലോകമാധ്യമങ്ങളൊന്നും നടത്തിയിട്ടില്ല. പാകിസ്ഥാൻ മാധ്യമവും ഇതിനെ സംബന്ധിച്ച് നിശബ്ദതയാണ്. ഇപ്പം അവരെല്ലാം ഇതിന്റെ പ്രോസസ്സിലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരും കൈമാറിയതായി ഒരു സ്ഥലത്തും വ്യക്തമാക്കുന്നില്ല. നമുക്ക് ശ്രീ മേജർ രവി പറഞ്ഞതുപോലെ ഇതിന് ധാരാളം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പല ധാരണകളുണ്ടാവും. ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ വരുന്ന ജവാനെ സംബന്ധിച്ച് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പരസ്യമാക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് മിലിറ്ററിയും സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ ഒരു മാധ്യമവും ഇങ്ങനെ കൈമാറിയെ എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ ഇന്ത്യയിലെ എക്കാലത്തെ ഒരു നിലപാട് ഇന്തോ പാക് വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാം, ലോകമാധ്യമങ്ങൾ ലോക രാജ്യങ്ങൾ ഇടപെടേണ്ട എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം ലോക രാജ്യങ്ങളെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഇടയുണ്ടോ എന്നതിനെ സംബന്ധിച്ചെല്ലാം വരുന്ന ദിവസങ്ങളിലാണ് നമുക്കിതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവൂ. പക്ഷേ അവർ പാർലമെന്റിൽ ഒരു നിലപാടെടുത്തു.
പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു, ലോകരാജ്യങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു ഈ പട്ടാളക്കാരന് ഇന്ത്യയിലേക്ക് അവര് നിരുപാധികം കൈമാറുമെന്നാണ്. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്താണ് പാകിസ്ഥാന്റെ അന്തിമ നിലപാട് എന്നതിനെ സംബന്ധിച്ച്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MS കുമാർ, ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. രാജ്യാന്തര തലത്തിൽ വളരെ പ്രസക്തമായി എണ്ണപ്പെടുന്ന എഴുത്തുകാരി അരുന്ധതി റോയ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് അവരുടെ ലേഖനത്തിലൂടെ, ഹഫിംഗ്ടൺ പോസ്റ്റിലെ ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അരുന്ധതി റോയ് നിങ്ങൾക്കത്ര താല്പര്യമുള്ള ആളല്ല, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും അത്രയ്ക്ക് അവരെ ഒരു രാജ്യദ്രോഹി എന്ന നിലക്ക് തന്നെ കാണുന്നയാളാണ്. പക്ഷേ എങ്കിലും പുറത്ത് അവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കശ്മീർ പ്രശ്നം എപ്പോഴും ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന നിലപാട് സ്വാതന്ത്ര്യാനന്തരം മുഴുവൻ വർഷവും ഇത്രയും കാലവും ഈ രാജ്യം ആ നിലപാടിലായിരുന്നു നിന്നത്. ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ പരിഹരിച്ചുകൊള്ളാം, ഇതിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമില്ല എന്ന്. പാകിസ്ഥാൻ എല്ലാ കാലത്തും ആ ആവശ്യം മുന്നോട്ട് വെക്കാറുണ്ടായിരുന്നു. ആ ആവശ്യം ഇപ്പോഴും റഷ്യ ഇടപെടണം, ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ചർച്ച വേണം എന്നൊക്കെ അവർ ഇപ്പോഴും പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഈ സംഗതിയിൽ കൊണ്ടുവന്ന മാറ്റം ഇതിനെ അന്താരാഷ്ട്രവൽക്കരിച്ചു എന്നതാണ് എന്ന് അരുന്ധതി റോയ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ദോഷമായിട്ടാണ് വരിക രാജ്യത്തിന്റെ നിലപാടുകൾക്ക് എന്ന് കൂടെ അവർ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു വഴിമാറ്റമാണ്, നിലപാട് മാറ്റമാണ്, ആത്യന്തികമായി ദോഷം ചെയ്യുന്നതാണ് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? ആരാണ് അന്താരാഷ്ട്ര വേദിയിൽ ഈ വിഷയം കൊണ്ടുചെന്നത്? BJP സർക്കാരാണോ? 1947 ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ കൊണ്ടുപോയി അന്നത്തെ കോൺഗ്രസ് സർക്കാരില്ലേ, അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലേ? ചരിത്രം എന്താ നിങ്ങൾ തിരുത്തി എഴുതാൻ പോവുകയാണോ? ഇത് BJP സർക്കാരുമല്ല അന്താരാഷ്ട്ര വേദിയിൽ എത്തിച്ചത്. നമ്മുടെ വീട്ടിലെ കാര്യം വീട്ടിൽ തീർക്കേണ്ട കാര്യം, വീട്ടിൽ പറഞ്ഞ് പരിഹരിക്കേണ്ട പ്രശ്നം, നമ്മുടെ കസ്റ്റഡിയിലുള്ള ഒരു സംസ്ഥാനത്തിനെ നമ്മുടെ ആലോചനക്കുറവ് കൊണ്ട്, നമ്മുടെ അന്നത്തെ നയപരിപാടി നയം കൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയത്. അതേസമയം മറ്റ് നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂറും ഹൈദരാബാദും അടക്കമുള്ള നാട്ടുരാജ്യങ്ങളെ സർദാർ വല്ലഭായ് പട്ടേൽ എത്ര ഭംഗിയായി ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. എന്തുകൊണ്ട് കാശ്മീരിൽ അത് കഴിയാതെ പോയി? അതൊരു വലിയ വിഷയമാണ്. നമ്മളൊരു ഡിബേറ്റിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ചർച്ചയല്ല, അത് പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, ഈ കാര്യം 1947 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്, അല്ലാതെ ഈ സർക്കാരൊന്നും അല്ല. അന്ന് മുതൽ മൂന്നാം ഒരു കക്ഷിയെ ഈ ദൗത്യം ഏൽപ്പിച്ചത് വഴി അപ്പോഴേ പോയില്ലേ കയ്യിൽ നിന്ന്. ശ്രീ MS കുമാർ, ആ പറയുന്നതിൽ അഭംഗിയുണ്ട്, ശരിയല്ലായ്മയുണ്ട്. അതായത് ഇതുവരെയുള്ള കോൺഗ്രസ് സർക്കാരുകൾ ആരും പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടില്ല. കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഈ പറയുന്ന ഒരു ഐക്യരാഷ്ട്രസഭയുടെ ആദ്യമായി ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് 47 പറഞ്ഞില്ലേ കോൺഗ്രസ്? പിന്നെ എപ്പോഴെപ്പോഴും ഇടപെടണമെന്നില്ല. എന്താണ് ഈ പറയുന്നത് ശ്രീ MS കുമാർ? ആ കാലത്തുള്ള ചർച്ചകളല്ലോ പിന്നീട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരസ്പരം ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ് എന്ന നിലപാടെടുത്ത് വന്നതാണ്. ഒരു കാലത്തും ഒരു രാജ്യത്തിനെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോഴും ഉണ്ടായി എന്നല്ല, പക്ഷെ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ് ഈ അപകടത്തിലൂടെ, ഈ ആക്രമണത്തിലൂടെ എന്ന വിമർശം കൂടെ ഉണ്ട്. അതിനെ കോൺഗ്രസ് സർക്കാരുകളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തെളിവുകളില്ല. കോൺഗ്രസ് സർക്കാരുകളെന്നല്ല ഞാൻ പറഞ്ഞു. ആദ്യത്തെ കോൺഗ്രസ് സർക്കാർ 1947 പണ്ഡിറ്റ് പ്രധാനമന്ത്രിയായിരുന്ന സർക്കാരാണ് ആ വിഷയത്തിനാക്കിയത്. കാശ്മീരിന് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം കൊടുത്ത് വേറിട്ട ഒരു സംസ്ഥാനമാണ്. ഇതുവരെയുള്ള നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീർ പ്രശ്നം ഒരിക്കലും ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കരുത്. കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്. ആ ഉഭയകക്ഷി പ്രശ്നം അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരിഹരിച്ചോളാം. മറ്റു രാഷ്ട്രങ്ങളുടെ ഒന്നും ഈ കാര്യത്തിലുള്ള ഇടപെടൽ ഇന്ത്യക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ പോലും ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇന്ത്യ കൃത്യമായിട്ട് പറയുകയുണ്ടായി, വിവിധ സർക്കാരുകൾ ഇതുവരെ കാലാകാലങ്ങളായിട്ട് ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ കാശ്മീർ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത് വളരെ സ്ഥിരതയുള്ള നിലപാട് തന്നെയായിരുന്നു. ഈ കാശ്മീർ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉഭയകക്ഷി പ്രശ്നമാണ്. അതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഇടപെടലിന്റെയും ആവശ്യമില്ല. നിലവിലെ സാഹചര്യം അവർക്കിടപെടാനുള്ള, ഇപ്പോൾ റഷ്യ പുടിൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഇടപെടാം. അമേരിക്ക ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു, ഉടനെ അഭിനന്ദൻ വർത്തമാനം കൈമാറും എന്ന പ്രഖ്യാപനം വന്നു. ഐക്യരാഷ്ട്രസഭ വേണമെങ്കിൽ അങ്ങനെ, മറ്റു രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ അവരുടെ ഇടപെടലുണ്ടെന്ന് പറയുന്നു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മറ്റു ലോകരാജ്യങ്ങൾക്ക് ഇടപെടാവുന്ന സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെയായിട്ടും ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള, ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അകമഴിഞ്ഞ പിന്തുണയാണ്. അത് ഒരിക്കലും ഇതുവരെയായിട്ടും ഇല്ല, ഒരിക്കലും അതൊരു
ഒരു ഇന്റർവെൻഷൻ അല്ല, മറിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്. അത് ഇന്ത്യ ഒരുപക്ഷെ ഇന്ത്യക്ക് വളരെ ഒരു ഉപാധികളും ഇല്ലാതെ വെച്ച് നൽകിയിട്ടുള്ള സപ്പോർട്ടാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ട്രംപ് ഭരണകൂടം തന്നെ അവർക്ക് നൽകി വന്നിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം ഒരു പൂർണ്ണമായിട്ടും ഏകദേശം നിർത്തലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭീകരവാദത്തെ ശക്തമായിട്ട് ചെറുക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് അല്ല എന്നുള്ളത്. കാരണം ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇതുവരെ നിലനിന്ന് പോകുന്നതെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ പരിസരം എല്ലാം നമുക്കറിയാവുന്നതാണ്. മിലിറ്ററി ഭരണകൂടങ്ങൾ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. സിവിലിയൻ ഗവൺമെന്റും മിലിറ്ററിയും തമ്മിൽ ഇടപെട്ട് ചേർന്ന് അല്ലെങ്കിൽ കൂടി ചേർന്നുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെയാണ് പലപ്പോഴും പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിലേറിയ സമയത്ത് സൈന്യത്തിന്റെ നല്ല പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോഴും സൈന്യത്തിന്റെ അറിവോടുകൂടിയല്ല അദ്ദേഹം ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും മിലിറ്ററിയുടെയും കൂടി അനുവാദത്തോടു കൂടിയായിരിക്കണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഭീകരവാദം എന്ന് പറയുന്നത്, ചെറുക്ക് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രശ്നമാണ്. ഈ ഭീകരവാദത്തെ ശക്തമായിട്ട് അപലപിക്കേണ്ടതും ഭീകരവാദത്തെ ശക്തമായിട്ട് ചെറുക്കേണ്ടതുമാണ്. അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രം ഭീകരവാദത്തിന്റെ ഇരയാണ്. സെപ്റ്റംബർ 11 അറ്റാക്ക് നമ്മൾ മറന്നിട്ടില്ല. അതിനുശേഷം അൽ ഖ്വയ്ദയെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനുമായിട്ട് ചേർന്നത്. പാകിസ്ഥാന് അവർ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം നൽകാൻ തുടങ്ങി. എന്നാൽ പാകിസ്ഥാൻ ആ പണം ഉപയോഗിച്ചത് അവിടെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തെ തീർക്കുക എന്ന് പറയുന്നത്, ഈ പ്രശ്നത്തെ പ്രത്യേകിച്ചും ഭീകരവാദത്തെ അവസാനിപ്പിക്കുക. ട്രംപ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 3/4 പിൻവലിച്ചു കഴിഞ്ഞു. ശക്തമായിട്ടുള്ള താക്കീത് പാകിസ്ഥാന് കൊടുത്തു. അപ്പോൾ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശ്മീർ പ്രശ്നം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. അവരുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഭീകരവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ്. ആ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട് കൂടി തന്നെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരാക്രമണത്തെയും ഒരു രാഷ്ട്രത്തിനും അനുകൂലിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു അവർ തന്നിരിക്കുന്നത് അകമഴിഞ്ഞ പിന്തുണയാണ്. അതൊരിക്കലും കാശ്മീർ പ്രശ്നത്തിലുള്ള ഇന്റർവെൻഷൻ അല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്കും മറ്റ് അതിഥികളിലേക്കും വരാം. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെയും അഭിനന്ദൻ വർത്തമാൻ എത്തിയിട്ടുണ്ടോ, നമ്മുടെ രാജ്യത്തിനകത്തേക്ക് എത്തിയോ, നമുക്ക് കൈമാറിയോ എന്നതടക്കമുള്ള വിഷയങ്ങളാണ്. നേരത്തെ നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതായിരുന്നു നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ സംശയം വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് പരിഹരിക്കാം. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾക്കകത്ത് വളരെ പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനം നമുക്കറിയാനാകുമെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് വരാം, ഇടവേളയ്ക്ക് ശേഷം. അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുന്ന നടപടിക്രമങ്ങൾ വൈകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. വാഗാ അതിർത്തിയിൽ 5:20 എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള നടപടിക്രമങ്ങളുടെ വൈകൽ കാരണം ഇതുവരെ അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ടില്ല എന്ന കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഉണ്ണി, എന്തുകൊണ്ടാണ് വൈകുന്നത്? നേരത്തെ അവർക്ക് നടപടിക്രമങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും, എന്ന് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാവുകയുമില്ലല്ലോ. അത് നേരത്തെ മേജർ രവി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ സ്വാഭാവികമായൊരു വൈകൽ എന്ന് കണ്ടാൽ മതിയോ? സ്വാഭാവികമായ വൈകൽ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം 9 മണിയോടുകൂടി അഭിനന്ദനെ വിട്ടു നൽകും ഇന്ത്യക്ക് എന്നാണ് ലഭിക്കുന്ന ഔദ്യോഗിക സ്രോതസ്സിൽ നിന്നുള്ള വിവരം. എന്നാൽ അതും സംഭവിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും ഒരു ഉറപ്പ് അക്കാര്യത്തിലും പറയാൻ കഴിയില്ല. കാരണം അഭിനന്ദനെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ അന്തിമമാക്കുന്നതിലാണ് വലിയ കാലതാമസം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആ രേഖകൾ, ഏതിലാണ് കാലതാമസം എന്നതിൽ വലിയ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ ഉപസ്ഥാനപതി പാക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ രേഖകളെല്ലാം അന്തിമമാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ ഈ കാലതാമസം വരുന്നത് എന്നാണ് വ്യക്തമാകാത്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയിട്ടുണ്ട്. മറ്റ് രേഖകൾ തയ്യാറാക്കുന്ന കാര്യത്തിലാണ് ഈ കാലതാമസം എന്ന് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ അദ്ദേഹത്തെ കൈമാറി കഴിഞ്ഞു ഇന്ത്യക്ക്. അദ്ദേഹം നമ്മുടെ കസ്റ്റഡിയിലാണ്. നമ്മൾ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, അത് കൈമാറി കഴിഞ്ഞു എന്ന് സംശയിച്ചുകൂടെ? അതായിരിക്കില്ലേ കാര്യം?
അതല്ല എന്നാണ് സനീഷ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇന്ത്യയുടെ പക്കൽ എത്തിയെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, കാരണം സ്വാഭാവികമായും നമ്മുടെ പൗരനെ നമുക്ക് ലഭിക്കുന്നു എന്ന ഒരു വിഷയമാണിത്. പക്ഷേ പാകിസ്ഥാന്റെ പക്കൽ തന്നെയാണ് ഇപ്പോഴും അഭിനന്ദൻ ഉള്ളത് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലുള്ള വിവരം. അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്തുകൊണ്ട് ഈ 4 മണിക്കൂറായി ഇത്രയധികം നീണ്ട നടപടിക്രമങ്ങൾ എന്താണെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം നടപടിക്രമങ്ങൾ പലതും അവിടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഉപസ്ഥാനപതി പൂർത്തിയാക്കിയെന്ന് പറയുന്നു പേപ്പർ വർക്കുകൾ. ഇവിടെ ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വൈകിപ്പിക്കാനുണ്ടാകുമ്പോൾ അത് പാകിസ്ഥാൻ ഒരു മൈൻഡ് ഗെയിം കളിക്കുകയാണോ, അത്തരത്തിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളാണോ, ഇനി ഉപാധി വെച്ച് വയ്ക്കാനുള്ള വല്ല നീക്കവുമാണോ പാകിസ്ഥാൻ നടത്തുന്നത് തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇക്കാര്യത്തിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കപ്പെടുന്നുണ്ട്, ഇപ്പോഴും അഭിനന്ദൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. വാഗാ അതിർത്തിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തെ കൈമാറിയിട്ടില്ല എന്ന് ദേശീയ ദിനപത്രമായ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് അഭിനന്ദൻ ലാഹോറിലുണ്ടെന്നാണ്. പക്ഷേ അക്കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അഭിനന്ദനെ വാഗയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് പാക് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കൈമാറുന്നത് വൈകുകയാണ്. ആ നടപടിക്രമങ്ങളിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നതോടെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ചില തന്ത്രങ്ങൾ പയറ്റാനുള്ള ശ്രമമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നത്. ഞാൻ തിരിച്ചു വരാം ഉണ്ണി താങ്കളിലേക്ക്. കൂടുതൽ വിവരങ്ങൾ ഉള്ളപ്പോൾ ഇങ്ങോട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം. അതാത് സമയങ്ങളിൽ തന്നെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നും എനിക്കറിയാം. ഡോക്ടർ അനു, ഇവിടെ ഉണ്ണി റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ ഇക്കാര്യത്തിൽ സംശയം മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. ഉപാധികൾ വെക്കുക ഈ ഘട്ടത്തിൽ എന്നത് അവർക്ക് സാധ്യമായ കാര്യമാണോ? അവർ ലോകത്തിനു മുമ്പാകെ പ്രഖ്യാപിച്ചതാണ് ഇന്ന് കൈമാറും എന്ന്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അഭിനന്ദന്റെ കൈമാറ്റം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വിട്ടുതരിക എന്ന് പറയുന്നത് ഇന്നലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതിൽ നിന്ന് പാകിസ്ഥാന് ഇനി ഈ ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് അസാധ്യം എന്ന് തന്നെ പറയാം. കാരണം ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം സമ്മർദ്ദം പാകിസ്ഥാന് മേലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ ഏത് നിമിഷവും ഇനിയും പാകിസ്ഥാനെ തേടി വരാമെന്നുള്ള ആശങ്ക പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ കൈമാറും എന്ന ഡിസിഷൻ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഒരു പക്ഷേ ഇനി ഉപാധികൾ വെക്കുക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഏതാണ്ട് അസാധ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അമേരിക്കയിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് ശക്തമായിട്ടുള്ള താക്കീത് വന്നു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ദീർഘകാല സുഹൃത്തായിട്ടുള്ള ചൈന ഈ ഒരു വിഷയത്തിൽ വളരെ അസന്നിഗ്ധമായിട്ട് ഒരു നിലപാട് എടുത്തിരിക്കുന്നു. സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് സൗദി അറേബ്യയുടെ പ്രതിനിധി ഇന്ന് പാകിസ്ഥാനിലേക്ക് എത്തുകയാണ്. സൗദി അറേബ്യയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള സൗഹാർദ്ദത്തിനെല്ലാം അപ്പുറമായിട്ട് സൗദി അറേബ്യയും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള OICയിൽ നടത്തിയ സുഷമ സ്വരാജിന്റെ പ്രഖ്യാപനത്തിനടക്കം കിട്ടിയ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പിന്തുണയെല്ലാം കണക്കിലെടുക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഏതാണ്ട് എന്നല്ല പൂർണ്ണമായിട്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉപാധികളിലേക്ക് പാകിസ്ഥാൻ പോകും എന്ന് നമുക്ക് കരുതുക സാധ്യമല്ല. പാകിസ്ഥാന് വേണ്ടി ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്. യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരു തരത്തിലും പോകുക എന്ന് പറയുന്നത് സാധ്യമാണ്. അത് നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ തിരിച്ചു വരാം താങ്കൾക്ക്. ശ്രീ PK ബിജു, ഇവിടെ നമ്മുടെ മുന്നിൽ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വസ്തുതകളുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് എന്തെങ്കിലും ഊഹത്തിന്റെ പേരിലല്ല, പ്രധാനപ്പെട്ട പത്രങ്ങളടക്കം പാകിസ്ഥാൻ ഇങ്ങോട്ട് കൈമാറിയിട്ടില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ണിയാണെങ്കിലും അക്കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാതെ അങ്ങനെ ഒരു സംശയം റിപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ആ തരത്തിൽ അത് കൃത്യമായി തന്നെയും ഇങ്ങോട്ട് ലഭിച്ചിട്ടില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ മുന്നിൽ ആ വസ്തുതയുണ്ട്. പക്ഷേ രണ്ടാമത് മേജർ രവി നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യവും വളരെ പ്രസക്തമാണ്. അതായത് കൈമാറിയതിനു ശേഷം, ഏറ്റുവാങ്ങിയതിനു ശേഷം ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങൾ ഒരുപാടുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തെ കാണിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടെടുക്കുന്ന വൈകലായിരിക്കാം അത് എന്ന് ശ്രീ മേജർ രവി പറയുന്നതും തള്ളിക്കളയാവുന്ന കാര്യമല്ല. അത് വസ്തുതപരമാണ്. അദ്ദേഹത്തിന് കൂടുതലായിട്ട് അക്കാര്യത്തെക്കുറിച്ച് അറിയുന്നതുമാണ്. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഈ ഇങ്ങോട്ട് വാഗാ അതിർത്തി വരെ എത്തിച്ചിട്ട് ഇങ്ങോട്ട് കൈമാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് വെച്ച് ഉപാധികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിക്കലൊക്കെ പാകിസ്ഥാന് സാധ്യമാകുന്ന കാര്യമാണോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? സനീഷ, ഇവിടെ കാണേണ്ടത് ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാം. മറ്റു രാജ്യങ്ങളുടെ മീഡിയേറ്റർ ആവശ്യമില്ല നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തെ അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യയിലേക്ക് കൈമാറിയോ എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും ലോകമാധ്യമങ്ങളൊന്നും നടത്തിയിട്ടില്ല. പാകിസ്ഥാൻ മാധ്യമവും ഇതിനെ സംബന്ധിച്ച് നിശബ്ദതയാണ്. ഇപ്പം അവരെല്ലാം ഇതിന്റെ പ്രോസസ്സിലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരും
കൈമാറിയതായി ഒരു സ്ഥലത്തും വ്യക്തമാക്കുന്നില്ല. നമുക്ക് ശ്രീ മേജർ രവി പറഞ്ഞതുപോലെ ഇതിന് ധാരാളം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പല ധാരണകളുണ്ടാവും. ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ വരുന്ന ജവാനെ സംബന്ധിച്ച് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പരസ്യമാക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് മിലിറ്ററിയും സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ ഒരു മാധ്യമവും ഇങ്ങനെ കൈമാറിയ എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ ഇന്ത്യയിലെ എക്കാലത്തെ ഒരു നിലപാട് ഇന്തോ പാക് വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാം, ലോകമാധ്യമങ്ങൾ ലോക രാജ്യങ്ങൾ ഇടപെടേണ്ട എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം ലോക രാജ്യങ്ങളെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഇടയുണ്ടോ എന്നതിനെ സംബന്ധിച്ചെല്ലാം വരുന്ന ദിവസങ്ങളിലാണ് നമുക്കിതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവും. പക്ഷേ അവർ പാർലമെന്റിൽ ഒരു നിലപാടെടുത്തു. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു, ലോകരാജ്യങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു ഈ പട്ടാളക്കാരന് ഇന്ത്യയിലേക്ക് അവര് നിരുപാധികം കൈമാറുമെന്നാണ്. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്താണ് പാകിസ്ഥാന്റെ അന്തിമ നിലപാട് എന്നതിനെ സംബന്ധിച്ച്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം എസ് കുമാർ, ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. രാജ്യാന്തര തലത്തിൽ വളരെ പ്രസക്തമായി എണ്ണപ്പെടുന്ന എഴുത്തുകാരി അരുന്ധതി റോയ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് അവരുടെ ലേഖനത്തിലൂടെ, ഹഫിംഗ്ടൺ പോസ്റ്റിലെ ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അരുന്ധതി റോയ് നിങ്ങൾക്കത്ര താല്പര്യമുള്ള ആളല്ല, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും അത്രയ്ക്ക് അവരെ ഒരു രാജ്യദ്രോഹി എന്ന നിലക്ക് തന്നെ കാണുന്നയാളാണ്. പക്ഷേ എങ്കിലും പുറത്ത് അവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കശ്മീർ പ്രശ്നം എപ്പോഴും ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന നിലപാട് സ്വാതന്ത്ര്യാനന്തരം മുഴുവൻ വർഷവും ഇത്രയും കാലവും ഈ രാജ്യം ആ നിലപാടിലായിരുന്നു നിന്നത്. ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം, ഇതിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമില്ല എന്ന്. പാകിസ്ഥാൻ എല്ലാ കാലത്തും ആ ആവശ്യം മുന്നോട്ട് വെക്കാറുണ്ടായിരുന്നു. ആ ആവശ്യം ഇപ്പോഴും റഷ്യ ഇടപെടണം, ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ചർച്ച വേണം എന്നൊക്കെ അവർ ഇപ്പോഴും പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഈ സംഗതിയിൽ കൊണ്ടുവന്ന മാറ്റം ഇതിനെ അന്താരാഷ്ട്രവൽക്കരിച്ചു എന്നതാണ് എന്ന് അരുന്ധതി റോയ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ദോഷമായിട്ടാണ് വരിക രാജ്യത്തിന്റെ നിലപാടുകൾക്ക് എന്ന് കൂടെ അവർ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു വഴിമാറ്റമാണ്, നിലപാട് മാറ്റമാണ്, ആത്യന്തികമായി ദോഷം ചെയ്യുന്നതാണ് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? ആരാണ് അന്താരാഷ്ട്ര വേദിയിൽ ഈ വിഷയം കൊണ്ടുചെന്നത്? BJP സർക്കാരാണോ? 1947 ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ കൊണ്ടുപോയി അന്നത്തെ കോൺഗ്രസ് സർക്കാരില്ലേ, അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലേ? ചരിത്രം എന്താ നിങ്ങൾ തിരുത്തി എഴുതാൻ പോവുകയാണോ? ഇത് BJP സർക്കാരൊന്നുമല്ല അന്താരാഷ്ട്ര വേദിയിൽ എത്തിച്ചത്. നമ്മുടെ വീട്ടിലെ കാര്യം വീട്ടിൽ തീർക്കേണ്ട കാര്യം, വീട്ടിൽ പറഞ്ഞ് പരിഹരിക്കേണ്ട പ്രശ്നം നമ്മുടെ കസ്റ്റഡിയിലുള്ള ഒരു സംസ്ഥാനത്തിനെ നമ്മുടെ ആലോചനക്കുറവ് കൊണ്ട്, നമ്മുടെ അന്നത്തെ നയപരിപാടികൾ നയം കൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയത്. അതേസമയം മറ്റ് നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂറും ഹൈദരാബാദും അടക്കമുള്ള നാട്ടുരാജ്യങ്ങളെ സർദാർ വല്ലഭായ് പട്ടേൽ എത്ര ഭംഗിയായി ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. എന്തുകൊണ്ട് കാശ്മീരിൽ അത് കഴിയാതെ പോയി? അതൊരു വലിയ വിഷയമാണ്. നമ്മളൊരു ഡിബേറ്റിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ചർച്ചയല്ല, അത് പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, ഈ കാര്യം 1947 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്, അല്ലാതെ ഈ സർക്കാരൊന്നും അല്ല. അന്ന് മുതൽ മൂന്നാം ഒരു കക്ഷിയെ ഈ ദൗത്യം ഏൽപ്പിച്ചത് വഴി അപ്പോഴേ പോയില്ലേ കയ്യിൽ നിന്ന്. ശ്രീ എം എസ് കുമാർ, ആ പറയുന്നതിൽ അഭംഗിയുണ്ട്, ശരിയല്ലായ്മയുണ്ട്. അതായത് ഇതുവരെയുള്ള കോൺഗ്രസ് സർക്കാരുകൾ ആരും പുറത്തു നിന്നുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടില്ല. കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഈ പറയുന്ന ഒരു ഐക്യരാഷ്ട്രസഭയുടെ ആദ്യമായി ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് 47 പറഞ്ഞില്ലേ കോൺഗ്രസ്? പിന്നെ എപ്പോഴെപ്പോഴും ഇടപെടുന്നതിനാ? എന്താണ് ഈ പറയുന്നത് ശ്രീ എം എസ് കുമാർ? ആ കാലത്തുള്ള ചർച്ചകളല്ലോ. പിന്നീട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരസ്പരം ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ് എന്ന നിലപാടെടുത്ത് വന്നതാണ്. ഒരു കാലത്തും ഒരു രാജ്യത്തിനെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോഴും ഉണ്ടായി എന്നല്ല, പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ് ഈ അപകടത്തിലൂടെ, ഈ ആക്രമണത്തിലൂടെ എന്ന വിമർശം കൂടെ ഉണ്ട്. അതിനെ കോൺഗ്രസ് സർക്കാരുകളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തെളിവുകളില്ല. കോൺഗ്രസ് സർക്കാരുകളെന്നല്ല ഞാൻ പറഞ്ഞു. ആദ്യത്തെ കോൺഗ്രസ് സർക്കാർ 1947 പണ്ഡിറ്റ് പ്രധാനമന്ത്രിയായിരുന്ന സർക്കാരാണ് ആ വിഷയം ഇതിനാക്കിയത്. കാശ്മീരിന് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം കൊടുത്ത് വേറിട്ട ഒരു സംസ്ഥാനമാണ്. ഇതുവരെയുള്ള നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ പ്രശ്നം ഒരിക്കലും ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കരുത്. കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്. ആ ഉഭയകക്ഷി പ്രശ്നം അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരിഹരിച്ചോളാം. മറ്റു രാഷ്ട്രങ്ങളുടെ ഒന്നും ഈ കാര്യത്തിലുള്ള ഇടപെടൽ ഇന്ത്യക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പോലും ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇന്ത്യ കൃത്യമായിട്ട് പറയുകയുണ്ടായി, വിവിധ സർക്കാരുകൾ ഇതുവരെ കാലാകാലങ്ങളായിട്ട് ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ കാശ്മീർ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത് വളരെ സ്ഥിരതയുള്ള നിലപാട് തന്നെയായിരുന്നു. ഈ കാശ്മീർ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉഭയകക്ഷി പ്രശ്നമാണ്. അതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഇടപെടലിന്റെയും ആവശ്യമില്ല. നിലവിലെ സാഹചര്യം
അവർക്കിടപെടാനുള്ള, ഇപ്പോൾ റഷ്യ പുടിൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഇടപെടാം, അമേരിക്ക ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു, ഉടനെ അഭിനന്ദൻ വർത്തമാനം കൈമാറും എന്ന പ്രഖ്യാപനം വന്നു. ഐക്യരാഷ്ട്രസഭ വേണമെങ്കിൽ അങ്ങനെ, മറ്റു രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ അവരുടെ ഇടപെടലുണ്ടെന്ന് പറയുന്നു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മറ്റു ലോകരാജ്യങ്ങൾക്ക് ഇടപെടാവുന്ന സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെയായിട്ടും ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള, ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അകമഴിഞ്ഞ പിന്തുണയാണ്. അത് ഒരിക്കലും ഇതുവരെയായിട്ടും ഇല്ല, ഒരിക്കലും അതൊരു ഇന്റർവെൻഷൻ അല്ല, മറിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്. അത് ഇന്ത്യ ഒരുപക്ഷെ ഇന്ത്യക്ക് വളരെ ഒരു ഉപാധികളും ഇല്ലാതെ വെച്ച് നൽകിയിട്ടുള്ള സപ്പോർട്ടാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ട്രംപ് ഭരണകൂടം തന്നെ അവർക്ക് നൽകി വന്നിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം ഒരു പൂർണ്ണമായിട്ടും ഏകദേശം നിർത്തലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭീകരവാദത്തെ ശക്തമായിട്ട് ചെറുക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് അല്ല എന്നുള്ളത്. കാരണം ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇതുവരെ നിലനിന്ന് പോകുന്നതെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ പരിസരം എല്ലാം നമുക്കറിയാവുന്നതാണ്. മിലിറ്ററി ഭരണകൂടങ്ങൾ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. സിവിലിയൻ ഗവൺമെന്റും മിലിറ്ററിയും തമ്മിൽ ഇടപെട്ട് ചേർന്ന് അല്ലെങ്കിൽ കൂടി ചേർന്നുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെയാണ് പലപ്പോഴും പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിലേറിയ സമയത്ത് സൈന്യത്തിന്റെ നല്ല പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോഴും സൈന്യത്തിന്റെ അറിവോടുകൂടിയല്ല അദ്ദേഹം ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും മിലിറ്ററിയുടെയും കൂടി അനുവാദത്തോടു കൂടിയായിരിക്കണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരവസരത്തിൽ, ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഭീകരവാദം എന്ന് പറയുന്നത്, ചെറുക്ക് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രശ്നമാണ്. ഈ ഭീകരവാദത്തെ ശക്തമായിട്ട് അപലപിക്കേണ്ടതും ഭീകരവാദത്തെ ശക്തമായിട്ട് ചെറുക്കേണ്ടതുമാണ്. അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രം ഭീകരവാദത്തിന്റെ ഇരയാണ്. സെപ്റ്റംബർ 11 അറ്റാക്ക് നമ്മൾ മറന്നിട്ടില്ല. അതിനുശേഷം അൽ ഖ്വയ്ദയെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനുമായിട്ട് ചേർന്നത്. പാകിസ്ഥാന് അവർ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം നൽകാൻ തുടങ്ങി. എന്നാൽ പാകിസ്ഥാൻ ആ പണം ഉപയോഗിച്ചത് അവിടെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തെ തീർക്കുക എന്ന് പറയുന്നത്, ഈ പ്രശ്നത്തെ പ്രത്യേകിച്ചും ഭീകരവാദത്തെ അവസാനിപ്പിക്കുക. ട്രംപ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 3/4 ഭാഗത്തോളവും പിൻവലിച്ചു കഴിഞ്ഞു. ശക്തമായിട്ടുള്ള താക്കീത് പാകിസ്ഥാന് കൊടുത്തു. അപ്പോൾ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശ്മീർ പ്രശ്നം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. അവരുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഭീകരവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ്. ആ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട് കൂടി തന്നെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരാക്രമണത്തെയും ഒരു രാഷ്ട്രത്തിനും അനുകൂലിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു അവർ തന്നിരിക്കുന്നത് അകമഴിഞ്ഞ പിന്തുണയാണ്. അതൊരിക്കലും കാശ്മീർ പ്രശ്നത്തിലുള്ള ഇന്റർവെൻഷൻ അല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്കും മറ്റ് അതിഥികളിലേക്കും വരാം. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെയും അഭിനന്ദൻ വർത്തമാൻ എത്തിയിട്ടുണ്ടോ, നമ്മുടെ രാജ്യത്തിനകത്തേക്ക് എത്തിയോ, നമുക്ക് കൈമാറിയോ എന്നതടക്കമുള്ള വിഷയങ്ങളാണ്. നേരത്തെ നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതായിരുന്നു നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ സംശയം വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് പരിഹരിക്കാം. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾക്കകത്ത് വളരെ പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനം നമുക്കറിയാനാകുമെന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ പി കെ ബിജു, ഇവിടെ അഭിനന്ദൻ വർത്തമാൻ ഇതുവരെയും എത്തിയിട്ടില്ല. അദ്ദേഹത്തെ കൈമാറിയിട്ട് തന്നെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയം വരികയാണ്. കൈമാറിയിട്ടില്ല എന്ന വിവരത്തിലേക്ക് കുറെ കൂടെ ബലം നൽകുന്ന, ആ വിവരത്തിന് ബലം നൽകുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. നമുക്ക് ഉണ്ണികൃഷ്ണനിലേക്ക് അല്പസമയത്തിന് ശേഷം പോകാം. ബിജു, ഇവിടെ താങ്കൾ തന്നെയും നേരത്തെ അതിനുശേഷം സർക്കാർ എടുത്ത നിലപാടുകളിൽ അഭിനന്ദിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇന്നത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കോൺക്ലേവിനകത്ത് അവർ ചെന്ന് സുഷമ സ്വരാജ് സ്വീകരിച്ച നിലപാട് അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ താങ്കൾ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇടപെടാനുള്ള പഴുത് ഇതുകൊണ്ടുണ്ടായി, അതൊരു വീഴ്ചയാണ് എന്ന ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നത് ശരിയായ കാര്യമായിരിക്കുമോ? അതിനെ എതിർക്കുകയാണ് MS കുമാർ അടക്കമുള്ള ആളുകൾ. അല്ല, ഞാൻ സനീഷയോട് ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യ എല്ലാ കാലത്തും എടുത്ത സമീപനം പാകിസ്ഥാൻ ഇന്ത്യ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കരുത് എന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ തന്നെ പാകിസ്ഥാൻ വിഷയം, ഇന്തോ പാകിസ്ഥാൻ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ മുമ്പെടുത്തിട്ടുള്ള നിലപാടിന് വിരുദ്ധമാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും അന്താരാഷ്ട്ര വേദികളിൽ ഇത് ഉന്നയിക്കുകയും അന്താരാഷ്ട്ര സമൂഹം
UN ഉൾപ്പെടെ ഇതിനകത്ത് ഇടപെടണം എന്ന് ആവശ്യപ്പെടുകയും ഏതെങ്കിലും രാജ്യത്തിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യണം എന്നുമാണ് ആവശ്യപ്പെട്ടുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഇന്തോ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഇത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അതല്ലാത്തൊരു സാഹചര്യം സംജാതമായിട്ടുണ്ടോ എന്നതാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ശ്രീ MS കുമാർ ആ നിലയിലല്ല അതിനെ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, MS കുമാർ അത് കാണാനിടയായത് ഞാൻ താങ്കളുടെ പരാമർശമായിട്ടല്ല അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത്. അവർക്ക് കൂടെ വിമർശമുള്ള അരുന്ധതി റോയ് അല്പം മുമ്പ് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഒരു ലേഖനം എഴുതിയതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആയിരുന്നു അന്താരാഷ്ട്രവൽക്കരിക്കാൻ ഇടയാക്കിയെന്നത്. അത് ചേർത്തായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. താങ്കളുടെ പരാമർശത്തിന് മറുപടിയായിട്ടല്ല അദ്ദേഹം അത് പറയുകയും ചെയ്തത്. അദ്ദേഹത്തിന് ആ അഭിപ്രായമല്ല ഉള്ളത്. കോൺഗ്രസ് ചെയ്തത്രയ്ക്ക് എന്തായാലും തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒന്നുകൂടെ ശ്രീ മേജർ രവിയിലേക്ക് പോയതിനു ശേഷം, ശ്രീ മേജർ രവി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹം എത്തിയിട്ടില്ല. താങ്കൾ നേരത്തെ ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടതാണ്. താങ്കൾ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് ഒരുപക്ഷെ നടക്കുന്നുണ്ടാവുക. പക്ഷേ അപ്പോൾ തന്നെയും കൈമാറിയിട്ടില്ല എന്ന് ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമാണ്. എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശുഭകരമല്ലാത്ത കാര്യങ്ങളായിരിക്കുമോ നടക്കുന്നത്? സനീഷ്, ഒരു പ്രിസണർ ഓഫ് വാറിനെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പോലും കാണുന്നതിന് മുന്നേ, ഇതിൻ്റെ പ്രൊസീജിയർ വൈസാണിത്. ഇവിടെ മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സോ ഒന്നും അല്ലാതെ ഒരു യുദ്ധഭൂമിയിൽ ഒരു പട്ടാളക്കാരനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ പ്രിസണർ ഓഫ് വാർ ആയിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് തിരിച്ച് ഈ രാജ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ സസ്റ്റെയിൻഡ് ഡീബ്രീഫിംഗ് എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട്. ഈ ഡീബ്രീഫിംഗ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പട്ടാളക്കാരൻ ഇവിടുന്ന് പോയതിന് ശേഷം അവരുടെ കയ്യിൽ പിടിക്കപ്പെട്ടതിന് ശേഷം ഇപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ വരുന്ന വരയ്ക്കുള്ള ഈ സമയം, അത് എത്ര മണിക്കൂറാണെങ്കിലും ശരി, ഈ സമയം വരയ്ക്ക് എന്തെല്ലാം ഈ വ്യക്തി അവരോട് പറഞ്ഞു, എന്തെല്ലാം ഈ വ്യക്തി ഏതെല്ലാം പ്രോസസ്സിൽ കൂടെ ഈ വ്യക്തി കടന്നുപോയിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് മുഴുവനാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യം. കാരണം പ്രിസണർ ഓഫ് വാർ ജനറലി അവിടെ എന്ത് പറഞ്ഞു, എന്തുകൊണ്ട് അവർ വിട്ടു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ രാജ്യം അതിനെ റീകൺഫേം ചെയ്യണം. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇൻട്രഗേഷൻ സമയത്തോ മറ്റ് ഇദ്ദേഹം വല്ല ഇൻഫർമേഷൻസും നമുക്ക് വൈറ്റലായിട്ടുള്ളത് അത് വല്ലതും അവർക്ക് കൊടുത്തിട്ടുണ്ടോ അത് സംസാരത്തിൽ കൂടെ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്തെല്ലാം ചോദിച്ചു, അതിനെന്തെല്ലാം ഉത്തരം പറഞ്ഞു, ഇതിനാണ് പറയുന്നത് ഒരു സസ്റ്റെയിൻഡ് ഡീബ്രീഫിംഗ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ ഡീബ്രീഫിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഹൈപ്പത്തറ്റിക്കലിയാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പോകാൻ സാധ്യതയില്ല ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ വെച്ചിട്ട് ഹീസ് എ ഹീറോ. അപ്പം അത് എന്തുകൊണ്ട് അതൊന്ന് നമ്മൾ കംപ്ലീറ്റ് സ്ഥിരീകരിക്കണം. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അദ്ദേഹം ആ മാപ്പ് പോലും കടിച്ചു തിന്ന് അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വായിൽ നിന്ന് എന്തെങ്കിലും വാക്ക് അവർക്ക് ഉപകാരമുള്ളതും നമുക്ക് ഡാമേജ് ആയിട്ടുള്ള വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയലാണ് ആദ്യം ഒരു രാജ്യത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അല്ല പത്രക്കാരുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു എന്നുള്ളത് ചിരിച്ച് കാണിക്കുന്നതിനേക്കാൾ വേണ്ടത് ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ഡീബ്രീഫിംഗ് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സംശയം. അതാണ് ആ സംശയത്തിന് കാരണങ്ങളുണ്ട്. താങ്കൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നതൊന്നുമല്ല. താങ്കൾക്കാണത് അറിയാവുന്നത്. അത് പൂർണ്ണമായിട്ടും ആ സംശയങ്ങൾ വരാവുന്നതാണ്. പക്ഷേ മേജർ രവി, അതുപോലെ തന്നെ ഇതിപ്പോൾ കൈമാറിയിട്ടില്ല, ചില കൈമാറ്റ രേഖകൾ തയ്യാറാക്കുന്നതിലുള്ള ചില ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടെ വാർത്തയിൽ കാണുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഭാഗത്തേക്ക് കിട്ടിയതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ പോലെ സമയമെടുക്കുന്ന നടപടിക്രമങ്ങൾ ആ ഭാഗത്ത് നിന്ന് കൈമാറുന്നതിന് മുമ്പും ഉണ്ടാകുമോ? ഒരുപക്ഷെ ഇപ്പോൾ ആ പ്രോസസ്സിലായിരിക്കുമോ കാര്യങ്ങൾ? അവിടെ തന്നെ ആയിരിക്കണം, പക്ഷേ കൈമാറ്റ രേഖകൾ തയ്യാറാക്കുക എന്നത് കൂടെയൊക്കെ വളരെ സമയമെടുക്കുന്ന പ്രോസസ് ആയിരിക്കുമോ? ഈ പ്രോസസ്സൊക്കെ ഇമ്രാൻഖാൻ ഏത് സമയത്ത് പാർലമെൻറ്റിൽ ഇത് അനൗൺസ് ചെയ്തോ ഈ സമയത്ത് തന്നെ ഇന്ത്യനെയും അറിയിച്ചു കാണും. അറിയിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇന്ത്യ ഗവൺമെൻറ് എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഹൈക്കമ്മീഷനെ വിളിച്ച് പറയും അതിൻ്റെ പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ്. ആ പേപ്പർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിസ പ്രോസസ്സിങ്, എമിഗ്രേഷൻ പ്രോസസ്സിങ്, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നാളെ റെഡ് ക്രോസോ അല്ലെങ്കിൽ ആരും ഒരു ചോദ്യം പോലും ചോദിക്കാത്ത രീതിയിൽ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തിട്ടാണ് ഇവരെ തിരിച്ചയക്കുള്ളൂ. പിന്നെ സെക്യൂരിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ
അദ്ദേഹത്തെ ഇന്നും അവർക്ക് നിൽക്കുന്ന എവിടെയാണ്? പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻകാരുടെ കടമയാണ് ഇദ്ദേഹത്തെ ഇനി ജീവനോടെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി വൈസ് എന്തെങ്കിലും ലാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പോലും അവർക്ക് കാത്തു നിൽക്കാനും നമ്മൾ സമയം കൊടുക്കണം. കാരണം അൽ ഖൈദ പോലെയുള്ളതോ അല്ലെങ്കിൽ ലഷ്കർ എ തോയ്ബ പോലെയുള്ളതോ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള മിലിറ്റൻസ് അവരിപ്പോൾ ഇതിനൊരു ചാൻസ് കാത്തിരിക്കും. സപ്പോസ് ഇദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വഴിയിൽ എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം വരുത്തി കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിന് വരുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. സോ ആ സെക്യൂരിറ്റി നോംസ് കൂടെ നമ്മൾ നോക്കണം, എന്തെല്ലാം അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ പ്രോസസ്സിനൊക്കെ നമുക്ക് സമയം കൊടുക്കാം. അത് ഇന്ത്യയുടെ സൈഡിൽ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടത് ആ ഒരു ഡീറ്റെയിൽ ബ്രീഫിംഗ് ആണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇൻ്റലിജൻസ് വൈസ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനുമുള്ള പ്രോസസ്സൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ഡീബ്രീഫിംഗ് എന്ന് പറയുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്ക് ഇനിയും കാത്തിരിക്കാം. രണ്ടാമത് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ ഞാൻ വേറൊരു പോയിന്റ് ഞാൻ കേട്ടു, അതിനെ ഞാനൊന്ന് രാഷ്ട്രീയപരമായിട്ടുള്ളതാണ് എങ്കിൽ കൂടെ ഇൻ്റർനാഷണലൈസ് ചെയ്തു എന്നുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പ്, ഈ കാശ്മീരിൻ്റെ ഇഷ്യൂവിനെ ഇതുവരെ ആരും നമ്മൾ ഇൻ്റർനാഷണലൈസ് ചെയ്തിട്ടില്ല. ഒരു രാജ്യങ്ങളും നമ്മൾ ഇടപെടാൻ സമ്മതിച്ചിട്ടില്ല. ഈവൻ മോദി ഗവൺമെൻറ്റും ഇതുവരെ സമ്മതിച്ചില്ല. മോദി ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷൻ ആസ് എ സിറ്റിസൺ എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കി. പിന്നെ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഈ രാജ്യങ്ങളിലെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇതിൻ്റെ അർത്ഥം അതല്ല ഈ കാശ്മീർ ഇഷ്യൂ നിങ്ങളെല്ലാം ഏറ്റെടുക്കണം എന്നുള്ളതല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണലി അവരൊരു ഇൻവോൾവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന പോലെ ആയിരിക്കും പിന്നത്. കാരണം എന്താ വെച്ചാൽ UN ഫോഴ്സസിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് കാശ്മീർ നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ അതുകൊണ്ടാണ് ഒരിക്കലും നമ്മളിതിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യാതെ ഒരു രാജ്യങ്ങളും ഇതിലേക്ക് ഇടപെടാത്തത്. കാരണം കാശ്മീർ ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളത് അത് ആദ്യം 1947 ഡിവിഷൻ വന്ന സമയത്ത് അത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം അവർ ഇൻക്ലൂഡ് ചെയ്ത് 48 വന്നിട്ട് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ആ ഒരു രേഖ വരച്ചിട്ട് LOC അടക്കം ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോയിട്ട് ആ സമയം തൊട്ട് ഇന്നവരെയും നമ്മളവരെ പുഷ് ചെയ്തിട്ട് ബാക്കിലേക്ക് ആക്കിയിട്ടില്ല. ഓൺലി പുഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 1999 കാർഗിൽ വാർ നടന്ന സമയത്ത് നമ്മൾ അടിച്ചു കയറി നമ്മുടെ പിക്കറ്റുകളിൽ നിന്ന് പാകിസ്ഥാനീസിനെ തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കയറിയിട്ടുണ്ട് 2-3 കിലോമീറ്റർ. പക്ഷെ നമ്മളിപ്പോൾ അത് കൊടുത്തിട്ടില്ല. നമ്മൾ ആ സ്ഥലം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? കാശ്മീരിൽ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന റോഡ് ഇപ്പോൾ വളരെ സേഫാണ്. ടൂറിസ്റ്റുകൾക്ക് ആർക്ക് വേണമെങ്കിലും സേഫായിട്ട് പോകാം. ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതിലേക്ക് നമ്മൾ ഇൻ്റർനാഷണലി ഒരാളെ വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. വിളിച്ചു വരുത്തിയാൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കും. അപ്പം നമുക്ക് പിന്നീട് കാരണം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും നോർത്തേൺ സെക്ടറിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ജമ്മു കാശ്മീർ എന്ന്. പാകിസ്ഥാൻ്റെ അപ്രോച്ചുണ്ട്, ചൈനയുടെ അപ്രോച്ചുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ അപ്രോച്ചുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഇടയിലൊരു UN ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് എന്ത് അനുഭവിക്കുന്നോ ഈ അനുഭവങ്ങളെല്ലാം ഈ കാശ്മീരീസ് അനുഭവിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള കാശ്മീരീസിനെ അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഈ ഗവൺമെൻറ്റുകൾ ഒരിക്കലും ഇതിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യാതിരുന്നത്. ഈ പരിണിതരായി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഇറ്റ് ഇസ് നോട്ട് ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. കാരണം ഇന്ന് മറ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ട് വരുന്നു എന്ന് പറയുന്നതിന് നിങ്ങൾ ഇതിനെ നമ്മൾ ആഗോളം മറ്റു രാജ്യങ്ങളെ ഇതിൽ ഇടപെടുത്തി എന്നുള്ളത് പറയുന്നത് തെറ്റാണ്, ശുദ്ധ അസംബന്ധമാണത്. മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക്കൽ പോളിസി വെച്ചിട്ടാണ് മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളോട് എതിർത്ത് നിന്നിരുന്ന ഇറാൻ അടക്കം എന്തുകൊണ്ട് നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നു? ബിക്കോസ് ഓഫ് ദി ഗവൺമെൻറ്റ്സ് പോളിസി വിച്ച് എക്സ്റ്റെൻഡഡ്. അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കോൺഗ്രസും ഇന്നേ വരെ 47 നടന്നു കാണുമായിരിക്കും. അതിനുശേഷം പിന്നെ ഒരിക്കലും കാശ്മീരിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടില്ല. ആ പരിണിതരായി ഇന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ എഴുത്തുകാരിയൊക്കെ ആയിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ ഒന്ന് ആലോചിക്കണം. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതാണ് എൻ്റെ ഒരു അനുമാനം. ഈ ഇന്റർനാഷണലി എന്തുകൊണ്ട് നമ്മൾ ആരെയും ഇടപെടുത്തുന്നില്ല? കാശ്മീർ അതാണ് അതെല്ലാവർക്കും അത് ഈ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല കേട്ടോ ശ്രീ മേജർ രവി. അതായത് ഈ ഇന്റർനാഷണലൈസ് ചെയ്യരുത് എന്ന കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ. ഒരു നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിമർശക കൂടെയാണ്. അക്കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം വന്നു, ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ശ്രീലാൽ, എന്താണ് സംഭവിക്കുന്നത്? ഈ അഭിനന്ദൻ കൈമാറിയോ? ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മറ്റു വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്?
സനീഷ്, ഏറ്റവും ഒടുവിൽ അതായത് 9 മണി കഴിഞ്ഞ് 5 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അപ്പോഴാണ് അഭിനന്ദനെ ഇന്ത്യൻ അധികൃതർ കൈമാറിയത് എന്നാണ്. അതായത് 5:20 ആദ്യം അഭിനന്ദനെ വാഗാ അതിർത്തിയിൽ, പാകിസ്ഥാന്റെ അതിർത്തിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ കൈമാറി എന്നുള്ള വാർത്തകളാണ് പിന്നീടുണ്ടായതെങ്കിലും അപ്പോൾ കൈമാറ്റം നടന്നിരുന്നില്ല. ചില യാത്രാരേഖകൾ എത്തിക്കാൻ വൈകിയതാണ് അതിനുള്ള കാരണം. അതിനുശേഷം സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുള്ളത് അഭിനന്ദനെ വീണ്ടും ലാഹോറിലേക്ക് കൊണ്ടുപോയി എന്ന്. ആ വാർത്ത ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അഭിനന്ദനെ അല്പം മുമ്പ് ഇന്ത്യൻ അധികൃതർ കൈമാറി എന്നുള്ളതാണ്. 2 AVMs അവിടെയുണ്ട്, എയർ വൈസ് മാർഷൽസ് അവിടെയുണ്ട്. മലയാളി കൂടിയായ നമ്മുടെ ശ്രീകുമാരൻ പ്രഭാകരനും ഒപ്പം തന്നെ RGK കപൂറും അദ്ദേഹത്തിന് അവർക്ക് കൈമാറി, അല്പം മുമ്പ് കൈമാറി എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ശുഭകരമായ വാർത്ത ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത്. കൈമാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കും. എന്തായാലും രാവിലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 5:20 പ്രത്യേകമായ ഒരു പുതിയ വിഷ്വൽ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഏതോ ഒരു വിഷ്വലാണ്. അദ്ദേഹമാണെന്ന് സംശയിക്കാവുന്ന ദൃശ്യങ്ങളാണ്. അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ആ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഫസ്റ്റ് വിഷ്വൽസ് എന്ന് പറഞ്ഞാണ് CNN News 18 അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിനന്ദൻ്റെ ഫസ്റ്റ് വിഷ്വൽ, അഭിനന്ദൻ നാട്ടിലെത്തിയിരിക്കുന്ന ആദ്യ ദൃശ്യങ്ങളെന്നാണ് CNN News 18 നമ്മുടെ ദേശീയ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷീലാൽ, തീർച്ചയായും അത് തന്നെയാണ്. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത് തന്നെയാണ്. 9/7 ആ കൈമാറ്റം ഉണ്ടായത്. അതാണ് ആദ്യത്തെ ദൃശ്യങ്ങളാണ്. രാജ്യം ആദ്യമായിട്ട് കാണുകയാണ്. പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ധീരനായ സൈനികൻ അഭിനന്ദൻ വർദ്ധമാൻ ഇതാ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹം നടന്നു വരുന്ന ദൃശ്യങ്ങൾ രാജ്യം ആദ്യമായി ഞങ്ങളിലൂടെ കാണുകയാണ്. CNN News 18 ദൃശ്യങ്ങളാണവ. അദ്ദേഹത്തെ ഉന്നത സേനാ മേധാവികളടക്കമുള്ളവർ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അദ്ദേഹം നമ്മുടെ ധീരനായ സൈനികൻ പാകിസ്ഥാന്റെ പിടിയിലകപ്പെട്ടിട്ടും മനസ്ഥൈര്യവും രാജ്യസ്നേഹവും കാണിച്ച നമ്മുടെ സൈനികൻ അഭിനന്ദൻ വർദ്ധമാൻ നമ്മുടെ ദൃശ്യങ്ങളിൽ. പാക് റേഞ്ചേഴ്സും ഉണ്ട്. ഒരു പക്ഷേ പിന്നിൽ വരുന്നത് അങ്ങേയറ്റം ആദരവോടെ രാജ്യം കാണുകയാണ് അദ്ദേഹത്തെ. ഇത് തന്നെയാണ് ആ സൈനികൻ. ഈ ധീര സൈന്യാനിയെ കാത്തായിരുന്നു ഇന്ന് രാവിലെ മുതൽ നമ്മുടെ രാജ്യം കാത്തിരുന്നത്. സനീഷ്, ആ ശുഭമുഹൂർത്തമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആ ശുഭമുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇത് നമ്മുടെ ഭാഗത്തല്ലേ ഇപ്പോൾ ഉള്ളത് ഷീലാൽ? തീർച്ചയായും. പക്ഷേ ഇത് ഈ സൈനികർ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ആണോ എന്നുള്ള സംശയം ഇപ്പോഴുമുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൈമാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കൈമാറുന്ന ദൃശ്യങ്ങളാണ്. അതായത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഒന്നിനാണ് നിങ്ങളിപ്പോൾ സാക്ഷിയാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള സഹകരണത്തിന്റെയും സംഘർഷത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നിനാണ് നിങ്ങളിപ്പോൾ സാക്ഷിയാകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അഭിനന്ദൻ വർദ്ധമാൻ രാജ്യത്തിന്റെ ഏറ്റവും ധീരനായ സേനാനി. രാജ്യമാകെ തന്നെയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകളോട് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം രാജ്യത്തിന് കൈമാറുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളിലൂടെയാണ് ആദ്യം രാജ്യം ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹത്തെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുകയാണ്. അവർ നേരത്തെ അവരുടെ പാർലമെന്റിനകത്ത് ലോകത്തോടായി പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടിതാ ഇപ്പോൾ അദ്ദേഹത്തെ കൈമാറുകയാണ്. സനീഷ്, അതുപോലെ തന്നെ അഭിനന്ദനൊപ്പമുള്ള ആ സൈനിക ഉദ്യോഗസ്ഥൻ, നമ്മുടെ വ്യോമസേന ഉപദേഷ്ടാവ്, പാകിസ്ഥാനിലുള്ള വ്യോമസേന ഉപദേഷ്ടാവ് TJ കുര്യൻ ആണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങളും. അദ്ദേഹമാണ് അനുഗമിക്കുക, ലാഹോറിൽ നിന്ന് അനുഗമിക്കുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഈ വാഗയിലെ ഗേറ്റ് തുറന്ന് ഇന്ത്യൻ അധികൃതർക്ക് കൈമാറും. ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. രാജ്യം കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രക്രിയയുടെ, അദ്ദേഹത്തെ രാജ്യത്തിന് കൈമാറുന്ന പ്രക്രിയയുടെ മുഴുവൻ നേരവും നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാനാകും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന രേഖകളടക്കമുള്ള പരിശോധിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക മേധാവികൾ, സൈനിക തലവന്മാർ, അതായത് ആ ഉത്തരവാദിത്തമുള്ള ആളുകൾ, സൈനിക ഉദ്യോഗസ്ഥർ ആ രേഖകൾ പരിശോധിക്കുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള, നേരത്തെ ശ്രീ മേജർ രവി അക്കാര്യം വിശദമായി തന്നെ സംസാരിച്ചതാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സിനകത്തുകൂടെ കടന്നാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ ധീരനായ സൈനികൻ, പാകിസ്ഥാന്റെ പിടിയിൽ അകപ്പെട്ടിട്ട് പോലും, ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ അകപ്പെട്ടിട്ട് പോലും മനോധൈര്യവും രാജ്യസ്നേഹവും പ്രകടിപ്പിച്ച, നല്ല സ്ഥൈര്യവും രാജ്യസ്നേഹവും പ്രകടിപ്പിച്ച അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഹീറോ, അദ്ദേഹം ഇതാ
അല്പസമയം കൊണ്ട് ഇന്ത്യയുടെ മണ്ണിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹത്തെ കൈമാറാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം അടക്കമുള്ളവ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അടക്കമുള്ളവ, ജനീവ കരാർ പോലുള്ള കാര്യങ്ങൾ അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. എം ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകും. ഉണ്ണി, എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാനായിരിക്കുന്നു. സനീഷ്, തീർച്ചയായും ഇത് പാക് ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാക് റേഞ്ചർമാരാണ് ആ ദൃശ്യങ്ങളുടെ ഏറ്റവും മുന്നിൽ തന്നെ ഉള്ളത്. ഉദ്യോഗസ്ഥർ, പാക് ഭാഗത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ഭാഗത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരെയും കാണാം. ഇന്ത്യൻ വ്യോമസേനയുടെ വൈസ് മാർഷൽമാരാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കൊപ്പമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ അങ്ങനെ അല്ല എങ്കിൽ അത് നേരത്തെ ടി ജെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിലെ എയർ അറ്റാഷെ ആയിരിക്കാം വിജയ് കുര്യൻ. അദ്ദേഹമായിരിക്കണം അകമ്പടി സേവിക്കുന്നത്. ആരാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പാക് സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ ഗേറ്റ് തുറന്നതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരിക്കണം ഇന്ത്യൻ ഭാഗത്തേക്ക് കൈമാറാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക. ഏതായാലും ആദ്യ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യക്ക് കൈമാറാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ 5:20 തന്നെ അദ്ദേഹത്തെ വാഗയിൽ എത്തിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് വാഗയിൽ എത്തിച്ചതെന്നും വലിയ തരത്തിലുള്ള കാലതാമസം ഉണ്ടായി എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തവണ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞ സമയക്രമം ലംഘിച്ചുകൊണ്ടുള്ള നടപടി ഉണ്ടായി. അതിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പറയുന്നത് അന്തിമമായ രേഖകൾ പരിശോധിക്കാനും അതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുമാണ് കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ്. എന്നാൽ ഈ കാലതാമസം വന്ന 3-4 മണിക്കൂറിനിടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ സന്ദേശം പോലും പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. ആ വീഡിയോ സന്ദേശത്തിൽ അഭിനന്ദൻ സംസാരിക്കുന്നതായാണ് കാണിക്കുന്നത്. പക്ഷേ ഉണ്ണി തുടർന്നോളൂ. തീർച്ചയായും പാകിസ്ഥാൻ ടെലിവിഷനാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള ടെലിവിഷൻ പറഞ്ഞോളൂ. തീർച്ചയായും പാകിസ്ഥാൻ ടെലിവിഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഞാൻ ആ നീക്കത്തെക്കുറിച്ച് പറയാം. പാകിസ്ഥാൻ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്ന ആ വീഡിയോ ഒരു നിമിഷം നമ്മുടെ ധീരജവാൻ അദ്ദേഹം സന്തോഷവാനാണ്. അദ്ദേഹം മടങ്ങി വരുന്ന ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ ഒപ്പം നിൽക്കുന്നവരോട് പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. ആ സന്തോഷമാണ് നമ്മൾ കണ്ടത്. ആ സന്തോഷമാണ് രാജ്യം ഇന്ന് രാവിലെ മുതൽ കാണാൻ കാത്തിരുന്നത്. നമ്മുടെ ധീരജവാൻ അദ്ദേഹം വളരെ സന്തോഷവാനായി തന്നെയാണ് മടങ്ങി വരുന്നത്. അദ്ദേഹം സ്വന്തം മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആ നിമിഷത്തിനായി അദ്ദേഹം കാത്തു നിൽക്കുന്നു. തീർച്ചയായും ഏതൊരു ഇന്ത്യൻ പൗരനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ധീരജവാൻ, നമ്മുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ ഈ അതിർത്തി കടന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തെ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അഭിനന്ദൻ രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്, രാജ്യത്തിന്റെ മണ്ണിലേക്ക് തിരിച്ച് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങേയറ്റം ശക്തമായ തോതിൽ പ്രവർത്തിച്ച ശേഷം, രാജ്യത്തിന് വേണ്ടി പോരാടിയ ശേഷം, രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ പിടിയിലകപ്പെട്ടതിന് ശേഷം പോലും അങ്ങേയറ്റം ശക്തമായിട്ടുള്ള ധൈര്യവും രാജ്യസ്നേഹവും പ്രകടിപ്പിച്ച ധീരസേനാനി അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിനകം നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചിറങ്ങിയാണ്. നമ്മുടെ മണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ പാദം വീണ്ടും സ്പർശിക്കും. നമുക്ക് കാണാം, വാഗ അതിർത്തിയിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ രേഖകൾ പരിശോധിക്കുന്ന പോലുള്ള നടപടിക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ്റെ വാഗ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ മണ്ണിലാണുള്ളത്. അദ്ദേഹത്തെ കൈമാറുകയാണ്. അദ്ദേഹം മുന്നോട്ട് നടക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പ്രവേശിക്കുകയാണ്. ഏറ്റവും ചരിത്രപരമായ നിമിഷം എന്ന് പറയാവുന്ന വിധം അദ്ദേഹം രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് തിരിച്ചിറങ്ങിയിരിക്കുന്നു. അഭിനന്ദൻ വർദ്ധമാനെ രാജ്യത്തിൻ്റെ സേന ചുമതലയുള്ള ആളുകൾ, ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സേന സുരക്ഷിതനായി മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. ആ ധീരജവാനെ നമ്മുടെ നാട്ടിലേക്ക് അദ്ദേഹം നമ്മുടെ മണ്ണിൽ തിരിച്ച് കാലെടുത്ത് കുത്തിയിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ അതിർത്തി ഉള്ളിൽ എത്തിയിരിക്കുന്നു. സനീഷ്, അതാണ് അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ ധീരസേനാനി രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ നമ്മുടെ സമ്മർദ്ദം കൊണ്ട്, രാജ്യാന്തര നിയമങ്ങളടക്കമുള്ളതുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യം നടപ്പാക്കിയിരിക്കുന്നു. വളരെ വൈകി, ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ അദ്ദേഹം എത്തുമ്പോഴേക്ക് 9:22 ഇപ്പോഴത്തെ സമയം. ഈ ഒരു നിമിഷം മുമ്പാണ്, 1 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചിറങ്ങിയത്.
എന്താണ് അവസാന ഘട്ടത്തിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ ധീരസേനാനി, രാജ്യത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ഭാഗത്തുള്ള പ്രോസസ്സുകളിലേക്കാണ്, നടപടിക്രമങ്ങളിലേക്കാണ് കടക്കേണ്ടത്. നേരത്തെ മേജർ രവി അക്കാര്യം വിശദീകരിച്ചതാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ദീർഘസമയമെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ഇനിയാണ് പോകേണ്ടത്. അദ്ദേഹത്തെ കൈമാറിയിട്ടുണ്ട് എന്നായിരുന്നു നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത്. പക്ഷേ അഭിനന്ദനെ കൈമാറിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. രാജ്യത്തിന് ഏറ്റവുമേറെ സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളിലൊന്നാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ യുദ്ധസമാന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു ധീരനായ സൈനികൻ അപ്പുറത്തായിപ്പോയത് പാകിസ്ഥാന്റെ പിടിയിലായത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കിയിരുന്നു രാജ്യത്താകെ തന്നെയും. പക്ഷേ അദ്ദേഹം ഒന്നും സംഭവിക്കാതെ, അദ്ദേഹത്തിൻ്റെ ധീരതയിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യസ്നേഹമോ അല്ലെങ്കിൽ ധീരതയോ അടിയറ വെക്കാതെ തന്നെയും രാജ്യത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വളരെ സന്തോഷവാനായി, നല്ല ആത്മവിശ്വാസത്തോടെ, ഒരു മിലിറ്ററി പേഴ്സണിന്, ഒരു സൈനികന് സഹജമായിട്ടുള്ള ധീരതയോടെയും ഉറച്ച ചുവടുവെപ്പുകളോടെയും അദ്ദേഹം തിരിച്ച് അഭിമാനത്തോടെ തന്നെ ഇറങ്ങിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഹീറോ ആണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ നമ്മുടെ ഭാഗത്തുള്ള സേനാ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ വരവേറ്റ് കൊണ്ടുപോയിരിക്കുകയാണ്. ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ വീണ്ടും കാണുകയാണ്. അദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചിറങ്ങുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള സംഘർഷത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്ന് എന്ന് നമ്മൾ പിന്നീട് ഇതിനെ ചരിത്രത്തിൽ വായിക്കും. അങ്ങേയറ്റം പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് എന്ന് നമ്മളിതിനെ തിരിച്ചറിയും. എം ഉണ്ണികൃഷ്ണൻ, എന്താണ് അടുത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടത്? സനീഷ്, നേരത്തെ പറഞ്ഞിരുന്നത് അഭിനന്ദൻ എത്തിയാൽ ഉടൻ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയത് കൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതിൽ യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല. ഇന്ത്യൻ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇനി വൈകാതെ, വളരെയധികം നടപടിക്രമങ്ങൾ വൈകിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനി അമൃത്സറിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി തുടർ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് കാലതാമസം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം മേജർ രവി നമുക്കൊപ്പം തുടരുന്നുണ്ട്. മേജർ രവി, താങ്കളാണ് ഇപ്പോൾ നമുക്കൊപ്പം ഇരിക്കുന്നതിൽ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നായിട്ട് അറിയുന്നയാൾ. എന്തു തോന്നുന്നു? എന്താണ് ഈ നിമിഷത്തിലെ താങ്കളുടെ വികാരം? അദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. I am really proud and would like to say that we all salute you, our hero. Welcome back. ഇനിയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. Because yes, that will happen. അതൊന്നും ഇപ്പോൾ വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ബിക്കോസ് അതൊരു പ്രൊസീജിയറൽ, അത് നടക്കേണ്ട കാര്യങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് സെറ്റ് പ്രൊസീജിയേഴ്സ്, വീൽ ഹാവ് ടു ഫോളോ ദാറ്റ്. ഇനി അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇന്ന് രാത്രി തന്നെ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഡീബ്രീഫിംഗ് നടക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എയർ ചീഫിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത് അവിടെയും ഒരു ചെറിയ ബ്രീഫിംഗ് ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി ഏതായാലും അദ്ദേഹത്തിന് കുറച്ച് ടീഡിയസ് ആയിട്ടുള്ളൊരു നൈറ്റ് ആയിരിക്കും. ബട്ട് ഹീ ഈസ് എ ബ്രേവ് സോൾജർ ആൻഡ് ഹീ വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെയാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീലാൽ. അതായത് അദ്ദേഹം നേരത്തെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയത് വളരെ സങ്കീർണമായിട്ട് നടപടിക്രമങ്ങളിലൂടെ തന്നെ കടന്നുപോയിട്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം എത്തിയിട്ടുണ്ടാവുക. ഇത് എത്രത്തോളം വലിയ വിജയമാണ്, നമ്മുടെ ഈ സംഘർഷം ഉണ്ടായതിനു ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന നിലക്ക് ഏത് വിധത്തിൽ അതിനെ കാണണം? സനീഷ്, നമ്മുടെ നയതന്ത്ര തലത്തിലെ ഏറ്റവും വലിയ വിജയം ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നയതന്ത്ര തലത്തിലെ വിജയം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് രാജ്യാന്തര തലത്തിൽ, രാജ്യാന്തര സമൂഹത്തെ ഇത്തരം ഒരു സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ചെലുത്തുന്നതിൽ അതിന് നമ്മൾ വിജയിച്ചു. ആ വിജയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, അതോടൊപ്പം തന്നെ അമേരിക്ക, അതോടൊപ്പം തന്നെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, പല ഘട്ടത്തിലും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ, പാകിസ്ഥാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ പോലും ഒരു നിലപാടിലേക്ക് വന്നതോടെയാണ് ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം വളരെ മാഗ്നാനിമസായിട്ട് പാർലമെന്റിൽ പ്രഖ്യാപിച്ചതുപോലൊരു നടപടിയിലേക്ക് വന്നത്. അപ്പോൾ പോലും ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ, അതായത് നമ്മുടെ വിംഗ് കമാൻഡറെ വിട്ടുതരുന്ന കാര്യത്തിൽ ഒരു വലിയ തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നെല്ലാം പ്രഖ്യാപിച്ചുവെങ്കിലും ആ സമാധാനത്തിലുള്ള ചുവടുവെപ്പ് പിന്നീട് നമ്മൾ കണ്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇന്ന് രാവിലെ മുതൽക്ക് അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള വെടിവെപ്പുണ്ടായി. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മുടെ പല ഹിന്ദുവാരയിലടക്കം
വെടിവെപ്പുണ്ടാകുന്നു, നമ്മുടെ ധീര ജവാന്മാർ വീണ്ടും വീരമൃത്യു വരിക്കുന്നു. ഇങ്ങനെയുള്ള നടപടികൾ പാകിസ്ഥാൻ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ അതിർത്തിയിലെ സംഘർഷത്തിന് ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ, അതിർത്തിയിൽ സംയമനം തിരികെ വരണമെങ്കിൽ കൂടുതൽ നടപടികൾ ആവശ്യമാണ്. അതിനുള്ള നടപടികൾ, അതിനുള്ള സമ്മർദ്ദം ഇന്ത്യ ചെലുത്തണം. വരും ദിവസങ്ങളിൽ ഇന്ത്യ രാജ്യാന്തര സമൂഹത്തിന് മേൽ ചെലുത്തേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? കാരണം ഇനിയും ഈ അതിർത്തിയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളും വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമായ മണിക്കൂറുകളാണ്. നമ്മൾ കരുതുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒറ്റ ദൃശ്യം കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സനീഷ്. ഈ ദൃശ്യം ഇപ്പോൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് അമൃത്സറിലേക്കാണ്. ഏതാണ്ട് 31 കിലോമീറ്ററാണ് ഈ വാഗ അട്ടാരി അതിർത്തിയിൽ നിന്നും അമൃത്സറിലേക്കുള്ളത്. കോൺവോയ് അടിസ്ഥാനത്തിൽ അതീവ സുരക്ഷയോടെ പോകുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് ഈ കോൺവോയ് എന്തായാലും അമൃത്സറിലെത്തും. അവിടെ നിന്ന് വ്യോമമാർഗം ഡൽഹിയിലേക്ക് പോകുന്നു. അമൃത്സർ എയർപോർട്ടിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്, നമ്മുടെ ധീര ജവാനെ കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെ കാണും. അതിനുശേഷമാണ് ഡൽഹിയിലേക്കുള്ള യാത്ര. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം നേരത്തെ മേജർ രവിയും മറ്റ് അതിഥികളും ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ഡീബ്രീഫിംഗ് അടക്കമുള്ള നടപടികൾ അടുത്തൊരു 3 മാസത്തേക്കുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഏത് വിങ്ങിലേക്കാണ് തിരിച്ചു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനമാകൂ. എന്തായാലും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ നമ്മുടെ സൈനികനെയും കൊണ്ട് ആ വ്യൂഹം അമൃത്സറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അതാണ് വാഹനവ്യൂഹം പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് രാജ്യം. അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ ധീരനായ സൈനികൻ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങേയറ്റം ആഹ്ലാദത്തിനുള്ള അവസരം തന്നെയാണിത്. ഇത് അവസാന നിമിഷത്തിലേക്ക് വല്ലാതെ വൈകുന്നു എന്ന് തോന്നൽ പുറത്തുനിന്ന് നോക്കുന്ന നമുക്കടക്കം ഉണ്ടായിരുന്നു. വൈകുകയും ചെയ്തിരുന്നു. നേരത്തെ അറിയിച്ച സമയത്തല്ല വന്നത്. നേരത്തെ അറിയിക്കുക എന്ന ഔദ്യോഗികമായിട്ട് അറിയിക്കാത്തത് കൊണ്ട്, ഔദ്യോഗികമായിട്ട് സമയം പറയാത്തതുകൊണ്ട് ആ നിലക്കുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുക എന്നത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നില്ല. എങ്കിൽ തന്നെയും എന്താണ് സംഭവിക്കുന്നതെന്ന ആശങ്ക, ആശയക്കുഴപ്പം രാജ്യത്താകെ തന്നെയും നിലനിൽക്കുന്നതിനിടെയാണ് 9:22 അദ്ദേഹത്തെ പാകിസ്ഥാൻ ഇങ്ങോട്ട് കൈമാറിയത്. ഒരു കാര്യം കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വന്നപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ വന്നത്. അതായത് പാകിസ്ഥാന് ഇങ്ങനെ ഇന്ത്യക്ക് ഈ നമ്മുടെ വിംഗ് കമാൻഡറെ അഭിനന്ദൻ വർദ്ധമാനെ കൈമാറുന്നത് ലോകരാജ്യം കാണണം എന്ന് പാകിസ്ഥാന് നിഷ്ഠയുണ്ടായിരുന്നു. പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതേസമയം നമ്മൾക്ക് ഈ ഒരു ദൃശ്യം നമ്മൾക്ക് ലോകത്തെ മുന്നിൽ നമ്മുടെ ഭാഗത്തു നിന്നും കാണിക്കണമെന്ന ഒരു നിലപാടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാഗ അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരുക്കിയതുപോലെ ഒരു ദൃശ്യവിരുന്ന് അല്ലെങ്കിൽ ക്യാമറ നമ്മൾ വാഗ അതിർത്തിയിൽ അനുവദിക്കാതിരുന്നതും. ഇത് നമ്മൾ ഒരു ഔദാര്യമായിട്ടല്ല ഇപ്പോൾ ഇത് കാണേണ്ടത്. നമ്മൾക്ക് ഇത് ജനീവ കരാർ അനുസരിച്ചുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. പക്ഷേ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്, അതിലേക്ക് കൊടുക്കാം, അതിലേക്ക് പോകാം. But after the rains, a lot of people had exited. There is still a burst of euphoria that you can see amongst people here. ആർജിക കപൂർ ആണത്, നമ്മുടെ AVM എയർ വൈസ് മാർഷൽ ആർജിക കപൂർ. Please relax. Air Vice Marshal is going to address you. कैमरा पीछे करो, लाइव है भाई. Good evening, ladies and gentlemen. यार मोबाइल नीचे करो यार. Read out a prepared मोबाइल नीचे करो यार. We will not take any questions after this. Wing Commander Abhinandan has just been handed over to us as per standard operating procedure of the Indian Air Force. He will now be taken for a detailed medical checkup. This checkup is mandated particularly because the officer has had to eject from an aeroplane which would have put his entire body under great stress. IF is happy to have Abhinandan back. Thank you. അത്രയേ ഉള്ളൂ. ചോദ്യത്തിന് അദ്ദേഹം നിന്നിട്ടില്ല. ഇനി അടുത്തതായിട്ടൊരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാവുകയാണ് ചെയ്യുക. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിനകത്തുകൂടെ കടന്നു പോകുമെന്ന ഒറ്റ വരി അല്ലെങ്കിൽ 1-2 വരികൾ മാത്രം നീണ്ടുള്ള പ്രസ്താവന മാത്രമാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്നും സെൽഫ് ഇജക്ട് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലാൻഡിങ്ങിലും മറ്റും എന്തെങ്കിലും ശരീരത്തിന് കാര്യമായ എന്തെങ്കിലും ക്ഷതമോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാണ് അദ്ദേഹം കുറച്ചുകൂടി. The Pakistan authorities brought Wing Commander Abhinandan to the checkpost of the Atari. And it is just now that he has crossed over the zero line. So he was here when?
അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കുമെന്നാണ് RGK കപൂർ എയർ വൈസ് മാർഷൽ അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞത്. അത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് എന്ന് മാത്രമാണ്, മറ്റൊന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇവിടെ ശ്രീലാൽ, ഞാനൊന്ന് ഡോക്ടർ അനു ഉണ്ണിയിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി. ഡോക്ടർ അനു, ഇവിടെ നേരത്തെ ശ്രീലാൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ടെലിവിഷൻ ഡ്രാമ എന്ന നിലക്കാണ് പാകിസ്ഥാൻ TV അതിനെ കണ്ടത്. പാകിസ്ഥാൻ TVയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ആ മുഴുവൻ നേരവും എടുത്തുകൊണ്ട് കൈമാറുന്ന ദൃശ്യം മുഴുവൻ ലോകത്തെ കാണിക്കുക, അതിൽ നിന്ന് കിട്ടാവുന്ന രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ നമ്മളതിനെ വളരെ പതിഞ്ഞ ഇതൊരു നയതന്ത്രപരം. കഴിഞ്ഞ ദിവസം സംയുക്തമായിട്ട് സൈനിക മേധാവികൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആ ചോദ്യം ഉയർന്നപ്പോൾ ഇത് വളരെ പീസ് ഗസ്റ്ററാണ് എന്ന ചോദ്യം എന്ന അദ്ദേഹം പറഞ്ഞതിനെ ചോദ്യമായി ഉന്നയിച്ചപ്പോൾ അത് വളരെ സാധാരണമായി നടക്കേണ്ടുന്ന കാര്യമാണ്. ജനീവ കരാർ പ്രകാരം അദ്ദേഹത്തെ കൈമാറുക ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞൊഴിയുകയാണുണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത് അഭിനന്ദനെ നാട്ടിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നയതന്ത്ര ചർച്ചകളിൽ എന്തെങ്കിലും സ്വാധീനമാകണം എന്ന് രാജ്യം വിചാരിക്കുന്നുണ്ടാകുന്നു. അഭിനന്ദനെ നാട്ടിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡിപ്ലോമസിയുടെ ഒരു പ്രധാനപ്പെട്ട വിജയം തന്നെയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ആശങ്ക പ്രധാനമായിട്ടും പാകിസ്ഥാൻ അഭിനന്ദനെ നമുക്ക് വിട്ടുതന്നു. പക്ഷേ ഇത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് പോലെയാണോ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നതെന്ന്, കാരണം ഒരു രാജ്യം വിജയിക്കുന്നു, മറു രാജ്യം തോൽക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് യു കനോട്ട് ചേഞ്ച് യുവർ നെയ്ബേഴ്സ്. ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് തുടരേണ്ട അയൽ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഒരാളെ ഇന്റർനാഷണലി നമ്മൾ സമ്മർദ്ദം ചെലുത്തി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി വിട്ടുകിട്ടുവാൻ ശ്രമിക്കുന്നു. നമ്മൾ ആ ശ്രമത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ വിജയിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, സിവിൽ സമൂഹത്തിന്റെ പ്രത്യേകിച്ചും പിന്തുണ നമുക്ക് കിട്ടുന്നു. ഒരു പക്ഷേ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിന് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്, ചൈന പോലെയുള്ള രാഷ്ട്രത്തിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സമ്മർദ്ദത്തിന്റെ എല്ലാം ഫലമായിട്ട് അഭിനന്ദനെ നമുക്ക് വിട്ടുതരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. പക്ഷേ ഇതിനെ ഏറ്റവും ജാഗ്രതാപൂർവമായിട്ട് ഏറ്റവും പക്വതയോടുകൂടിയാണ് ഇന്ത്യ ഇനി സമീപിക്കേണ്ടത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം ഇതൊരിക്കലും പാകിസ്ഥാന് മേൽ കൂടുതൽ അനിമോസിറ്റി, ശത്രുത സൃഷ്ടിക്കാനുള്ള ഒരു അവസരമായിട്ട് നാം തന്നെ, അത് നമ്മുടെ എല്ലാവരും, സിവിൽ സമൂഹമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതൃത്വമായിക്കൊള്ളട്ടെ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ ഒരു തരത്തിലും രാഷ്ട്രീയ വൽക്കരിക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുകയും അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കൂടുതൽ ഒരു പ്രചാരണ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഇനിയും ഇത്തരത്തിലുള്ള ടെൻഷൻസ്, ഇത്തരത്തിലുള്ള സംഘർഷം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ എസ്കലേറ്റ് ചെയ്യാനേ, വർദ്ധിപ്പിക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അത് കൂടുതൽ സിവിലിയൻസിന്റെ നഷ്ടത്തിലേക്ക് തന്നെ നയിക്കും. ഒരു കാര്യം നേരത്തെ അത് MS കുമാർ ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചതാണെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഏറ്റവും നമ്മൾ ഒന്ന് ആലോചിക്കണം. UPA 1 ഉണ്ടായിരുന്നു, UPA 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 2014 NDA സർക്കാർ അധികാരത്തിൽ വന്നു. ഏറ്റവും കൂടുതൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് നടന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ്. അങ്ങനെ എനിക്ക് സമ്മതിക്കേണ്ടി വരും. സൈനിക മേധാവികൾക്ക്, സൈനിക സ്ഥാപനങ്ങൾക്ക് നേരെ ഏറ്റവും അതിപ്പോ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ സമയത്ത് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആക്രമണങ്ങളുടെ ഒരു തോതെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. മേജർ രവിക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹം മേജർ രവി, നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ള പര്യവസാനത്തിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോഴും ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്ന നിലപാടാണല്ലോ രാജ്യം സ്വീകരിച്ചിരുന്നത്. ഞാൻ നേരത്തെ താങ്കൾക്കറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, സംയുക്തമായിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് അത്രക്കേ ഉള്ളൂ എന്ന നിലപാടാണ് നമ്മുടെ സേനാ മേധാവികൾ. കാരണം അവർ നിർബന്ധിതരാണ് അതിന്. ഇങ്ങോട്ട് കൈമാറുക എന്നത് അവർ ബാധ്യസ്ഥരാണ്. അതൊരു പ്രധാനപ്പെട്ട പീസ് ഗസ്റ്റർ എന്ന നിലക്ക് രാജ്യത്തിന് മുമ്പിൽ ബോസ്റ്റ് ചെയ്യാം എന്നല്ലാതെ ഇമ്രാൻഖാൻ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന നിലപാടാണ് രാജ്യത്തിനാകെയുള്ളത്. സമാധാന ചർച്ചകളിലേക്ക് കടക്കണമെന്ന ആവശ്യത്തോടൊന്നും പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് രാജ്യം അതിൻ്റെ സംവിധാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനന്ദൻ വർദ്ധമാൻ വന്നത്, നമ്മുടെ രാജ്യത്തേക്ക് വന്നത് വലിയ സന്തോഷകരമായ സാഹചര്യമായിരിക്കുമ്പോൾ തന്നെയും അത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കിനെ, ചർച്ചകളെ ഏത് വിധത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? നേരത്തെ ശ്രീമതി ഡോക്ടർ അനു
സംസാരിച്ച ഒരു പോയിന്റ്, ഇറ്റ്സ് എ വെരി വെരി വാലിഡ് പോയിന്റ്. കാരണം ഇതൊരു ഡിപ്ലോമാറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ മുകളിൽ നമുക്ക് ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടി. പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഹീറോയിക് ആയിട്ടുള്ള എന്തോ ഞങ്ങൾ ചെയ്തു എന്നുള്ളതല്ല. ഇതൊരു ഡിപ്ലോമാറ്റിക്കൽ, അവർക്കൊരു യൂഷ്വലായിട്ടുള്ള പ്രൊസീജിയറിൽ സംഭവങ്ങൾ നടന്നു, ഹാൻഡ് ഓവർ ചെയ്തു, ടേക്ക് ഓവർ ചെയ്തു, അവരങ്ങ് പോയി. പക്ഷേ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകൾ, അത് ഒപ്പോസിഷൻ ആണെങ്കിലും ശരി, റൂളിംഗ് പാർട്ടി ആണെങ്കിലും ശരി, ഇതിനെ നമ്മൾ ഒരു വിധത്തിലും പാകിസ്ഥാനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യരുത്, നിങ്ങൾ തോറ്റു എന്ന്. നമുക്കിവിടെ തോൽവിയോ ജയമോ അല്ല, നമുക്ക് മനസ്സമാധാനമാണ് ജനറലി നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ആ മനസ്സമാധാനം വേണമെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ ആ പ്രൊസീജിയറൽ പാറ്റേണായിട്ട് അതങ്ങോട്ട് എടുത്തിട്ട് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് പാകിസ്ഥാന് കൊടുത്തു. പാകിസ്ഥാൻ ഗോട്ട് ഇറ്റ് വെരി ലൗഡ് ആൻഡ് ക്ലിയർ. അതിനുശേഷം നമ്മൾ അവരെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും കാരണവശാൽ പ്രൊവോക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങൾ പറഞ്ഞു സമാധാനത്തിൻ്റെ വഴി എന്നുള്ളത്. ആ സമാധാനത്തിൻ്റെ വഴിയിലോട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. നമുക്ക് അതിനു വേണ്ടി സംസാരിക്കാം. അല്ലാതെ നിങ്ങളെ വീഴ്ത്തിയിട്ടോ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചു, നിങ്ങൾ പിടിച്ചിട്ടുള്ളവനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടതില്ല, ഈ സംസാരങ്ങളൊന്നുമല്ല വേണ്ടത്. ഇപ്പം ഇനി വേണ്ടത് ലെറ്റ് us ടോക്ക്. ദേ ഹാവ് കം ടു ദ ടേബിൾ ടു ടോക്ക് അബൌട്ട് പീസ്. ആ പീസാണ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത്. സോ ആ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെ ആരും ഒരു ഭയങ്കര വിക്ടറി ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ ആഘോഷിക്കാതെ, ഏതായാലും നമുക്കറിയാം നമ്മൾ വിക്ടോറിയസ് ആയി, ദാറ്റ്സ് ഇനഫ്. ഇത് കഴിഞ്ഞിട്ട് ഇനി സീരിയസ് ആയിട്ട് രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ സമാധാനം ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇനി അധികം അവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രീ മേജർ രവി, താങ്കൾ ആ ഫോഴ്സിന്റെ ഭാഗമായിരുന്ന ആളാണ്, ആ ഫോഴ്സിന്റെ ഭാഗമായുള്ള ചുമതലകൾ നിർവഹിച്ച ആളാണ്, ഇത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ നിരവധി തവണ കടന്നു പോന്നിട്ടുള്ള ആളുമാണ്. പക്ഷേ താങ്കൾ വളരെ പക്വതയോടുകൂടി ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്യുന്നത് രാജ്യത്തിന് സന്തോഷമുണ്ടാക്കുന്ന, കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യവുമാണ്. പക്ഷേ നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായിട്ടൊന്നും ഒരു പരിചയവുമില്ലാത്ത പല ആളുകളും യുദ്ധത്തിന് വേണ്ടി, അതൊരു ക്രിക്കറ്റ് കളിയോ മറ്റോ ആണ് എന്ന തരത്തിൽ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ആവശ്യമുയർത്തുകയും ചെയ്യുന്ന സാഹചര്യവും കൂടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടെ ഈ പരിചയമൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോവുകയല്ല ഇരു രാജ്യങ്ങളും, യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നത് എന്തെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യമല്ലെന്നുള്ളത് ഞാനത് ആദ്യം ദിവസം തൊട്ടിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ വാർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്ത് ഉണ്ടെങ്കിലും ആ ഒരു ലിമിറ്റഡ് ഏരിയയിൽ, ആ LOCക്ക് അത് പൂഞ്ച് രജൗരി സെക്ടർ അല്ലെങ്കിൽ പലംബാല സെക്ടർ, നൌഷേര സെക്ടർ, ഈ സെക്ടറിൽ കാണും. ഇപ്പുറത്തേക്ക് കാർഗിൽ സെക്ടറിലേക്കൊന്നും വലിയ കാര്യമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളും മിലിറ്ററി ഇൻസ്റ്റാളേഷൻ കുറവുള്ള സ്ഥലങ്ങളും ആയതുകൊണ്ട് ദേ വിൽ നോട്ട് ബി ഡൂയിങ് എനിത്തിങ്. ബട്ട് ഈ സ്ഥലത്താണ് അത് എന്നും നടക്കുന്നുണ്ടത്. എവറി ഡേ ദർ ആർ ഷെല്ലിങ് ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു യുദ്ധമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പക്ഷേ സനീഷ് പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണത്. നമ്മൾ പല മീഡിയാസിലും പലയിടത്തും ഇരുന്നിട്ട് പലരും പറയുന്നത് കേട്ടു, ആദ്യത്തെ ദിവസം എൻ്റെയും വികാരം തിരിച്ചടിക്കണം. ആ തിരിച്ചടിക്കണം എന്ന് പറയുന്ന സമയത്ത് ഞാനും ഉള്ളിൽ ആഗ്രഹിക്കുന്നത് അതൊരു യുദ്ധമായിട്ട് മാറരുത്. ആ എവിടെയാണോ ആ പർട്ടിക്കുലർ പ്ലേസ് അവിടുത്തെ ക്യാൻസറിനെ എടുത്തു കളയുക, ഇത് മാത്രമേ വേണ്ടൂ. അതിന് യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം ന്യൂക്ലിയർ പവറുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മുട്ടുന്ന സമയത്ത് തോൽക്കാൻ പോകുന്ന രാഷ്ട്രമായിരിക്കും ആദ്യം ന്യൂക്ലിയർ പവർ യൂസ് ചെയ്യുക. അതാരായിരിക്കും? ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് അത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഇന്ത്യ ആദ്യമായിട്ട് ന്യൂക്ലിയർ പവർ യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ ഓപ്പോസിഷനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് വി ഷുഡ് ബി മോർ കെയർഫുൾ. ഒരു യുദ്ധം വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്ത് വെച്ചാൽ ഡാമേജ് വന്നതിന് ശേഷം നമുക്ക് ആ ഡാമേജ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഒരു ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വർഷങ്ങളോളമാണ്, 10-15 വർഷങ്ങളോളം മഴയുടെ സമയത്ത് മഴ വരില്ല. കാരണം ഫുൾ കാർമേഘം പടർന്നു കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അവിടുത്തെ കിലോമീറ്റേഴ്സ് ഓഫ് ഡിസ്റ്റൻസ്. ഇവിടെ ആ ക്ലൈമാറ്റിക്കൽ കണ്ടീഷനായിരിക്കും കംപ്ലീറ്റ് രാജ്യത്തിനെ ബാധിക്കുന്നത്. കൃഷിയെ ബാധിക്കും, നമ്മുടെ പ്രോസ്പെരിറ്റിയെ ബാധിക്കും, എല്ലാ സ്ഥലങ്ങളിലും ബാധിക്കുന്നതാണ് ഒരു ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇത് പണ്ട് ഹിരോഷിമയിൽ നടന്നിട്ടുള്ള ചെറിയൊരു ബോംബൊന്നും ആവില്ല. ഇപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മൾട്ടിഫോൾഡ് ആയിരിക്കുന്നു. അന്ന് 45-ൽ നടന്നിരിക്കുന്ന ഹിരോഷിമയിൽ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ന്യൂക്ലിയർ ബോംബ്, അതിൻ്റെ ആഘാതം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ നമുക്ക് വികാരമാവാം, ദേശസ്നേഹമാവാം. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ബെസ്റ്റ് ദേശസ്നേഹി എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയും. അഭിനന്ദൻ വരുന്നത് കണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കണ്ണ് നിറയാൻ കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാണ് ആ വരുന്നത് എന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ വികാരം. പക്ഷെ അതുണ്ടെങ്കിലും ഒരു പട്ടാളക്കാരനും ആയിട്ടുള്ളതും ഞാൻ ഗാലറി മെഡലടക്കം ഇതുപോലെ എൻകൗണ്ടേഴ്സിലും പലയിടത്തും വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടെ I don't want this kind of
ബുള്ളറ്റ് ഫൈറ്റിംഗ്. ഇത് സമാധാനപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് നമ്മൾ ജീവിച്ചു പോയി. ഇനി വരുന്ന നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും അവരെ പോലും നല്ല സമാധാനപരമായിട്ട് ജീവിപ്പിക്കാനുള്ള കടമ നമുക്കുള്ളത് കൊണ്ട് ഒരിക്കലും യുദ്ധം വരരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളെ അടിച്ചാൽ അതിനെ അടിച്ചവനെ മാത്രം അടിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. അല്ലാതെ നമ്മളെ അടിച്ചെന്ന് പറഞ്ഞ് ഫുൾ പാകിസ്ഥാനെ മുഴുവൻ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഫുൾ ഇന്ത്യക്കാരെയായിരിക്കും അറ്റാക്ക്. എത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് മരിച്ചു പോകും. ഇതെല്ലാം നമ്മൾ കാണേണ്ടതല്ലേ? ചിലപ്പോൾ നമ്മൾ കാണാൻ ഉണ്ടാവില്ലായിരിക്കും, നമ്മളെല്ലാം ഇതിനകത്ത് പോകുമായിരിക്കും. ദെൻ വാട്ട് ഹാവ് യു ഗെയിൻഡ് ഔട്ട് ഓഫ് ഇറ്റ്? അതുകൊണ്ടാണ് പറഞ്ഞത് പാകിസ്ഥാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇനി അവരെ വെറുതെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ ആണ് നമ്മൾ ഓരോ പൗരനും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജയിച്ചു. നമ്മൾ വളരെ അന്തസ്സായിട്ട് തല ഉയർത്തി നടക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു പൊസിഷൻ നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ പക്വതയോട് കൂടിയിട്ട് ഫേസ് ചെയ്യുക. ആൻഡ് ഡോണ്ട് പ്രേ ഫോർ എ വാർ, ഓൾവേസ് സേ ഫോർ എ പീസ്. വളരെ നന്ദി മേജർ രവി. ഞങ്ങളോട് സംസാരിച്ചത് അങ്ങേയറ്റം വളരെ വാല്യുബിൾ ആയിരുന്നു താങ്കളുടെ പ്രസൻസ്. ഈ സമയത്തെ അഭിനന്ദൻ വർദ്ധമാൻ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വളരെ നിർണായകമായിട്ടുള്ള ഈ നിമിഷങ്ങളിലെ താങ്കളുടെ സാന്നിധ്യം അങ്ങേയറ്റം വാല്യുബിൾ ആയിരുന്നു. അതിന് വളരെ വലിയ നന്ദി താങ്കളോട് പറയുകയാണ്. വളരെ നന്ദി. ശ്രീലാൽ, ഇത് നമുക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടുന്ന, ഈ ബുള്ളറ്റിന് അവസാനിപ്പിക്കേണ്ടുന്ന സമയത്തിലേക്ക് എത്തുകയാണ്. ശ്രീലാൽ, ഇവിടെ മേജർ രവിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ നല്ല ദേശസ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കാത്ത ചില സംഗതികൾ കൂടിയുണ്ട്. അത് അതിൻ്റെ രാഷ്ട്രീയ വശമാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, ദേശത്തിൻ്റെ ആകെ തന്നെ കാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെയും രാജ്യത്തെല്ലാം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ്. ഇന്ന് തന്നെയും പ്രധാനമന്ത്രി തന്നെയും നേരിട്ട് രാഷ്ട്രീയം പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നാളെയും അഭിനന്ദൻ വർദ്ധമാൻ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഏത് നിലക്കുള്ള, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ്, ഏത് നിലക്കുള്ള പ്രാധാന്യമുള്ളൊരു സംഭവമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ നടന്നത്? സനീഷ്, ഈ സംഭവം ഉണ്ടായത് തന്നെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു നടപടി ഉണ്ടാകുമായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. പത്താൻകോട്ട് വ്യോമസേന കേന്ദ്രത്തിൽ ഭീകരവാദികൾ കടന്നാക്രമിച്ചു, ഉള്ളിൽ കടന്നു. അത് നമ്മൾ പരാജയപ്പെടുത്തി. വലിയ തോതിലുള്ള ആക്രമണം അതിനുള്ളിലുണ്ടായി. മരണസംഖ്യ ഇത്രയൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അത്തരം നമ്മുടെ ഏറ്റവും നോർത്തേൺ കമാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രത്തിൽ ഉള്ളിൽ കടന്ന് ആക്രമണം നടന്നു. അതിനുശേഷം ആണ് പുൽവാമ ആക്രമണം ഉണ്ടായത്. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇത്ര വലിയ ഒരു നടപടി ഉണ്ടാകാനുള്ള കാരണം തന്നെ ചിലരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നടത്തിയ പ്രസംഗം ഈ അഭിനന്ദൻ തിരിച്ചെത്തുന്നതിന് മുൻപ് ആണ് ആ പ്രസംഗം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അഭിനന്ദനെ വിട്ടുതരാം എന്ന് പാക് പ്രധാനമന്ത്രി സമ്മതിച്ച ശേഷം ആണ് എങ്കിൽ പോലും അഭിനന്ദൻ ഇന്ത്യയിൽ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നതിന് മുമ്പായിരുന്നു അത്തരമൊരു ഒരു നടപടി ഉണ്ടായത്. അതിൽ തന്നെ ചില കടുത്ത പ്രയോഗങ്ങൾ പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. നമ്മുടെ ചില പാർട്ടികൾ, മോദി വിരുദ്ധരായ ചില പാർട്ടികൾ നടത്തിയ ചില പരാമർശങ്ങൾ, അത് പാകിസ്ഥാൻ പോലും അതെടുത്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ പോലും അദ്ദേഹം ഈ പൊതുപരിപാടിയിൽ, ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പറയുകയുണ്ടായി. അത്രയ്ക്കൊക്കെ പോകണമായിരുന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. അതിപ്പോൾ BJPയുടെയോ പ്രധാനമന്ത്രിയുടെയോ അമിത്ഷായുടെയോ മാത്രം ഭാഗത്തും ഉണ്ടാകുന്നതല്ല. രാജ്യം ഒരു വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ അതിന് മുമ്പ് ദിവസം 21 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നാണ് വലിയൊരു ഒരു വിമർശനം നടത്തിയത്. ഇത്തരം ഒരു അവസരങ്ങളിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ ആവശ്യമാണോ എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില പ്രയോഗങ്ങൾ, ചില കുറ്റപ്പെടുത്തലുകൾ, ചില ആരോപണങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായ കടന്നാക്രമണങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ലായിരുന്നു. മുമ്പ് കാർഗിൽ യുദ്ധ സമയത്ത് AB വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അന്നുണ്ടാകാത്ത തരത്തിലുള്ള പരസ്പര ആരോപണങ്ങൾ, പരസ്പര കുറ്റപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതതിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ കാര്യം. ഡോക്ടർ അനു, ഏത് നിലക്കായിരിക്കും ഈ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഇത് പ്രതിഫലിക്കുക എന്ന കാര്യം അവിടെയുണ്ട്. അതേക്കാൾ പ്രധാനപ്പെട്ടത്, ഈ മുഴുവൻ കാര്യങ്ങൾ നടക്കുമ്പോഴും ചൈന എന്നൊരു അയൽവാസിയുടെ മൗനം വലിയ തോതിൽ രാജ്യാന്തരമായ ചർച്ചകൾക്കും ശ്രദ്ധകൾക്കും തന്നെ ഇടയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കണം അത്? മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് ഇന്ത്യ പാക് ബന്ധത്തെ, ചർച്ചകളെ സ്വാധീനിക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതെന്ന് കരുതുന്നു. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിശ്ചിതത്വം നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നതും പാകിസ്ഥാൻ എന്ന് പറയുന്നതും
രണ്ട് കണ്ണുകളാണ് എന്ന് വേണമെങ്കിൽ ഒരു പരിധിവരെ വിശേഷിപ്പിക്കാം. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ഒരുപാട് വ്യാപാര താല്പര്യങ്ങളുണ്ട്. വൺ ബെൽറ്റ് വൺ റോഡ് പോളിസി ചൈന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ട്രേഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്, പവർ പ്ലാന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ഇടപെടൽ, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അമേരിക്കയുമായിട്ട് ചൈന ഒരു ട്രേഡ് വാറിലൂടെ, ഒരു വ്യാപാര യുദ്ധത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഈ വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ പിന്തുണ എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. മറുവശത്താണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതും ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. കാരണം ഏറ്റവും വ്യാപാരത്തിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം വ്യാപാരം നടക്കുന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യത്തെ 1-2 സ്ഥാനങ്ങളിൽ വരുന്ന ഒന്നാണ്. മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ ചൈനയ്ക്ക് പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഇന്റർനാഷണൽ സമൂഹം, അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയുടെ പിന്നിൽ അണിചേരുമ്പോൾ പാകിസ്ഥാന് അനുകൂലമായിട്ട് ഒരു സമീപനം എടുക്കുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ചൈന ഈ നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ചൈന പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ കൈവിട്ട് കളയും വരും സമയങ്ങളിൽ, വരും ദിവസങ്ങളിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള ചൈനയുടെ സഹകരണം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഇതുവരെയുള്ള ദിശ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രത്തിനും പെർമനന്റ് ആയിട്ടുള്ള എനിമിയോ പെർമനന്റ് ആയിട്ടുള്ള ഫ്രണ്ടോ, സ്ഥിരം ശത്രുവോ സ്ഥിരം മിത്രമോ ഒരു രാഷ്ട്രത്തിനും ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇന്ത്യയുടെ തന്നെ ബന്ധം അങ്ങനെയായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ബന്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും സ്ഥിരം ശത്രുവിനെയും സ്ഥിരം മിത്രത്തെയും കാണുക എന്ന് പറയുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഒരു ഒഴുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം അസാധ്യമാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ സവിശേഷ സാഹചര്യത്തെ മറികടക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്. ഈ സമയത്ത് ചൈനയ്ക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിൽ നിന്നെങ്കിലും വിട്ടുനിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. വളരെ വളരെ നന്ദി ഡോക്ടർ അനു ഉണ്ണി ഞങ്ങളോട് സംസാരിച്ചതിന്, ഇത്രയും നേരം ഈ കാര്യങ്ങളെ വിശകലനം ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നതിന്.